നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ നമ്മളുടെ ഉണ്ണാക്കൻസ് പഞ്ഞിക്കിട്ടിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു വിഷമം പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും ഓടി വരൂ. മണ്ടി വരിയോയ്! അപ്പോ ഇന്ന് കുറെ നാളായല്ലോ നമ്മളെല്ലാവരും കൂടി ഒന്ന് കൂടിയിട്ട്. അപ്പൊ ഇന്നൊന്ന് കൂടിക്കളയാം എന്ന് വിചാരിച്ചു. എന്റെ ഈ ബാക്ക്ഗ്രൗണ്ട്, ഈ ചിത്രങ്ങൾ, ഈ ലൈറ്റ് ഇതൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ട് എവിടെയെങ്കിലും പരിചയമുണ്ട് എന്നുണ്ടെങ്കിൽ മാപ്പാക്ക. ഇത് നമുക്ക് വേണ്ടപ്പെട്ട നമ്മളുടെ ജൂത സ്ത്രീ അവരുടെ വീട്ടിൽ നിന്നുമാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. നമ്മളെ റബേക്ക എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള റബേക്കയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. റബേക്ക ഇവിടെ സ്ഥലത്തില്ല. ആള് വേറൊരു സ്ഥലം വരെ പോയിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ അതുവരേക്കും ഈ ഫെസിലിറ്റി ഒക്കെ ഞാൻ തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അതാണ് പരിപാടി. ആം, എന്താണ് ഗ്രൂപ്പ് ഡിബേറ്റ്? യെസ്, ഒക്കെ എല്ലാം വളരെ പെട്ടെന്ന് തിരിച്ചു വരും. നമുക്ക് എല്ലാ കാര്യങ്ങളും വേണമല്ലോ. അപ്പൊ അത് കാരണം നമ്മള് പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജൂതന്മാരെ കുറിച്ച് മനസ്സിലാക്കാവുന്നത് പരമാവധി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതില് ആന്റി സെമിറ്റിസം എന്ന് പറയുന്ന ഒരു വിഷയം, അതിനെക്കുറിച്ച് നമ്മള് കാര്യമായിട്ട് ബോധവാൻ ആകുന്നു. അതോടൊപ്പം അത് ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നമ്മൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ കാര്യത്തെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അത് വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഹോളോകോസ്റ്റ് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, അത് നമ്മൾ കാര്യമായിട്ട് അറിയേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു. അതും ഇവിടെ വളരെ മികച്ച രീതിയിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞു. പിന്നെ ഇതിന്റെ ബാക്കി എന്നുള്ള രീതിയിൽ ഈ ഹോളോകോസ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം ഇതെല്ലാം ഇവിടെ ഒരു മ്യൂസിയത്തിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇതിന്റെ ഒറിജിനൽ സൈറ്റ്സ് എന്ന് പറയുന്നത് ജർമ്മനിയിലും അതുപോലെ തന്നെ പോളണ്ടിലൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അടുത്തത് നമ്മളുടെ യാത്ര അങ്ങോട്ടാണ്. ഈ ഹോളോകോസ്റ്റ് നടന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഈ ഓഷ്വിറ്റ്സ് എന്നൊക്കെ പറയുന്ന ചില സ്ഥലങ്ങളുണ്ട്, കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ. അത് നേരിട്ട് പോയി കാണുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അതില് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഇവരെ കൊണ്ടുപോയിരുന്ന റെയിൽ പാളങ്ങള് അതൊക്കെ ഇന്നും അവിടെ ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കാണാനുണ്ട്. പിന്നെ അങ്ങനെ പല പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പരിധിവരേക്കെങ്കിലും മുന്നോട്ട് പോയി എന്ന് തന്നെ പറയാം. പിന്നെ ഇപ്പൊ അത് കൂടാതെ നമുക്ക് ഈ ഇസ്രായേലിലെ കൃഷി സംബന്ധിച്ച് കാര്യമായിട്ട് അന്വേഷിച്ചിട്ട് വരണമെന്ന് പറഞ്ഞ് കുറെ ആളുകൾ നമ്മളോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിസിറ്റ് ആണ് അടുത്ത ദിവസം ഉള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര അത് പോകാനിരിക്കുകയാണ്. ഇവിടെയുള്ള ഒരു ക്യൂക്കുംബർ ഫാമില് നമ്മൾ നേരിട്ട് പോയിട്ട് അത് കാണാനുള്ള ഒരു ശ്രമം, അതാണ് അടുത്തത് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അത് ഒരു പെൻഡിങ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അത് അടുത്ത ദിവസം തന്നെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഹനന്യ നഫ്താലിയെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആളെ കാണാൻ പറ്റിയിട്ടില്ല. ആള് ഇവിടെ തിരക്കിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അന്വേഷിച്ചെങ്കിലും. ആള് യാത്രയിലാണെന്നാണ് അറിയുന്നത്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ആളുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോ എല്ലാ വിധത്തിലുള്ള ആശംസകളും നമുക്ക് നേർന്നിട്ടുണ്ട്. ആള് ഫ്രീ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആയിരുന്നു. അത് കാരണം ആളെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ വന്നിട്ട് ചെയ്ത വീഡിയോകളിൽ നിരന്തരം ഉപയോഗിച്ചിട്ടുള്ള ഒരു ടാഗ് ലൈൻ ഉണ്ട്. അതായത് പണ്ടേ ഉണ്ടായിരുന്നത് ജൂതനാണ് എന്ന് പറയുന്ന ഒരു സാധനം. ഇത് പറയുന്നത് കേട്ടിട്ട് നമ്മളുടെ കാക്കാമാര് മുഴുവൻ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പാവങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്താ പറയാ, ഈ എന്താ പറയാ, മദ്രസ ജീവികൾ, മദ്രസ മണ്ടന്മാർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് വെറുതെ അല്ലല്ലോ. നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ് അത് പറഞ്ഞെന്നുള്ളത് അവർക്ക് പിടികിട്ടിയിട്ടില്ല. അതായത് ജൂതമതം പണ്ട് ഉണ്ടായിരുന്നില്ല എന്നൊരു തെറ്റിദ്ധാരണയിലാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞതെന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഈ വീഡിയോയിൽ പറയുമ്പോൾ തന്നെ അതിൽ പറയുന്നുണ്ട്. അതായത് ചരിത്രം കുറിച്ചിട്ട് ഇവിടെ ജൂതന്മാരുണ്ടായിരുന്നില്ല. ഇവിടെ അവര് കുടിയേറി വന്നതാണ്. ഇവിടെ പിടിച്ചടക്കിയതാണ്. പണ്ടേ ഉണ്ടായിരുന്നത് പലസ്തീനികളാണ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല. ഇവിടെ അതിനുള്ള തെളിവുണ്ട്. ഇവിടെ ആർക്കിയോളജിക്കൽ എവിഡൻസ് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കുഴിച്ചെടുത്ത സാധനങ്ങൾ. അപ്പൊ അത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഇവിടെ പണ്ടേ ഉണ്ടായിരുന്നത് ജൂതന്മാരാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെ വളച്ചങ്ങ് കൊണ്ടുപോയിട്ട് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഏതായാലും അത് സംബന്ധിച്ച് വിശദമായിട്ട് നമ്മളുടെ ഉണ്ണാക്കൻസിനുള്ള മറുപടിയും അല്ലെങ്കിൽ അവർക്കുള്ള പരിപ്പുവടയും ചായയൊക്കെ നമുക്ക് വിളമ്പാം.
ഇന്ന് ഏതായാലും വലിയ കാതലായ ഒരു ചർച്ച കൊണ്ടുപോകാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നിപ്പോ നിങ്ങളുമായിട്ട് വളരെ എന്താ പറയാ, കുറെ നാളുകളായല്ലോ നമ്മളെ ലൈവ് നിങ്ങളെല്ലാവർക്കും മിസ്സാകുന്നു എന്ന് പല ആളുകളും മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ഇന്നൊന്ന് വന്നു കളയാമെന്ന് വിചാരിച്ചതാണ്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ സന്തോഷമായി എന്ന് വിചാരിക്കുന്നു, തൃപ്തിയായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് കഥ. എന്താണ് അണ്ടി സുന്നത്ത് ജൂതന്മാർ ചെയ്യാറുണ്ട്, അവന്മാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന്. യെസ്, ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അവരാരും ഇത് ഭയങ്കര ശാസ്ത്രീയമാണെന്ന് പറഞ്ഞിട്ട് തള്ളി നടക്കാറില്ല. കാക്കന്മാർ തള്ളിക്കൊണ്ട് നടക്കണവര്, അത് ഒരു മതത്തിന്റെ ആചാരമാണ് എന്ന് പറഞ്ഞ് അവരൊരു മൂലയിൽ കൂടെ അങ്ങ് പോവാണ്. മാത്രമല്ല അത് ചെയ്യാത്ത ആളുകളും ഉണ്ട് ഇഷ്ടം പോലെ. അതായത് ജൂതന്മാരുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മുസ്ലിങ്ങളെ കാണുന്ന മാതിരി നമുക്ക് കാണാൻ കഴിയില്ല. അതായത് വളരെ ലിബറൽ ആയിട്ട് സെക്യുലർ ആയിട്ട് നിൽക്കുന്ന ജൂതന്മാർ, അതായത് മതത്തിൽ നിന്നൊക്കെ അകന്ന് ഒരു കൾച്ചറൽ ജൂ എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ജൂതന്മാർ ഒരു വശത്തും, മറ്റൊരു വശത്ത് അൾട്രാ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ജൂതന്മാർ വേറൊരു വശത്തും. അങ്ങനെ രണ്ട് എക്സ്ട്രീംസ് ഉണ്ട്. അതിന്റെ ഇടയിൽ കുറെ ആളുകൾ വേറെയുണ്ട്. ഇങ്ങനെയാണ് ഈ ജൂതന്മാരുടെ ഒരു സമൂഹം നിലനിൽക്കുന്നത്. അപ്പൊ അതിൽ ഈ അൾട്രാ ഓർത്തഡോക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കാക്കമാരമാരി തന്നെയാണ്, നമ്മൾ ജിഹാദികളെ പോലെ. പക്ഷെ എക്സാക്ട് അവര് പൊട്ടിത്തെറിക്കാൻ പോകാറില്ല. അവരെവിടെയും ആരുടെയും മൂട്ടിൽ പോയിട്ട് ബോംബ് വെക്കാറില്ല. ഏതെങ്കിലും മറ്റേ മാർക്കറ്റിലോ ബസ്സിലോ ഒക്കെ കയറിയിട്ട് ഹലേലിയ എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുന്ന പരിപാടിയില്ല, അല്ലെങ്കിൽ ഷാലോ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന പരിപാടിയില്ല. അങ്ങനെ ഒരു പരിപാടി അവർക്കില്ല. അതേപോലെ തന്നെ ഇതുപോലെയുള്ള ആചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ചെയ്യുന്നില്ല എന്നല്ല. പക്ഷെ ഇത് ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും, അത് ചെയ്തില്ല എന്ന് വെച്ച് അവരെ ഉടനെ ഇതിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇടുന്ന പരിപാടി, അതൊന്നും ഇപ്പുറത്ത് നിൽക്കുന്ന ഈ എക്സ്ട്രീം എൻഡിൽ, ഈ ലിബറൽ എൻഡിൽ നിൽക്കുന്ന ആളുകൾക്കില്ല. അവർക്കത് ചോയ്സ് ആയിട്ട് തന്നെ നിലനിൽക്കുന്ന, നിങ്ങളുടെ ഈ ഇസ്ലാമിലെ ഹിജാബിന്റെ ചോയ്സ് മാതിരിയല്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹിജാബ് ഒരു ചോയ്സ് ആണെന്ന് പറയും, എന്നിട്ട് ഊരാൻ വേണ്ടി നോക്കിയാൽ ആ മര്യാദ കിട്ടോ എന്ന് പറയാം. അപ്പൊ ഹിജാബിന്റെ ചോയ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പച്ച, മഞ്ഞ, ചുവപ്പ്, നീല, കറുപ്പ്, വെളുപ്പ് ഇതുപോലുള്ള കളർ ചൂസ് ചെയ്യാനുള്ള ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ ഈ ഹിജാബിന്റെ ചോയ്സ്. അമ്മാരി ചോയ്സ് അല്ല. അതാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുപോലെ പല രീതിയിലാണ് ഇവിടെ നമുക്ക് കാര്യങ്ങൾ കാണാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ സുന ചെത്തുന്നതുകൊണ്ട് ഭയങ്കര ഗുണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും തള്ളി മറിച്ച് നടക്കാറില്ല പ്രിയപ്പെട്ട കാക്കമാരെ. അതൊന്നും അറിയണത് നന്നായിരിക്കും. അപ്പൊ അത് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെക്കുന്നു. ഇനി ഇതുപോലെ ഓരോ ചോദ്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും കാണുമ്പോ നമുക്ക് പറയാം. പിന്നെ ജൂതന്മാരുടെ ബാങ്ക് വിളി. യെസ്, ജൂതന്മാരുടെ ബാങ്ക് വിളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പലതും കിട്ടാറുണ്ട്. ഞാനത് നേരിട്ട് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ബാങ്ക് വിളിയായിട്ട് ആരും അങ്ങനെ നടത്താറില്ല. അതായത് ജൂതന്മാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബാങ്ക് വിളിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. അവര് ബാങ്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണത്. ഇപ്പൊ നമ്മൾ അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് അവരുടെ ഭാഷയിൽ, ഹീബ്രു ഭാഷയിൽ അവർ പറയുന്നു. പക്ഷെ അത് മൈക്ക് വെച്ചിട്ടുള്ള അനൗൺസ്മെന്റോ പരിപാടിയോ, അത് വിളിച്ചാലേ പള്ളിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ സിനഗോഗിലേക്ക് പോകാന്നോ ഉള്ള രീതിയല്ല അവർക്കുള്ളത്. അത് അവരുടെ പ്രാർത്ഥനയുടെ മുന്നേ അവരൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവരത് അവിടെ വെക്കുന്നു. ഇനി ആരെങ്കിലും പള്ളി പോയിട്ടില്ല, സിനഗോഗിൽ പോയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും മുട്ടിൽ വെടിവെക്കാനും പോകില്ല. നമ്മളെ ഹദീസിലുള്ള മാതിരി അവരെ വീടോട് കൂടി കത്തിച്ചു കളയണം എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള പരിപാടിയൊന്നും ജൂതന്മാർക്കില്ല. അത് ഒന്ന് മനസ്സിലാക്കണം. ഇനി ആരും പോയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവന് പെണ്ണ് കിട്ടാത്ത പ്രശ്നമില്ല. സെക്യുലർ ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു ജൂതവർഗം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി, അത് ജൂതന്മാരുടെ ഇടയിൽ വ്യാപകമാണ്. ഐ എം എ സെക്യുലർ ജൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ശരി, കൂടിയ ടീമാണല്ലേ എന്ന് വിചാരിച്ച് അവരെ അങ്ങ് പോകും. അല്ലാതെ അവനിപ്പോ പള്ളിയിലൊന്നും പോക്കില്ല, അവനിപ്പോ കുറച്ച് സെക്യുലർ ആണത്ര എന്ന് പറയുന്നത് ഒരു മോശം കാര്യമായിട്ട് കാക്കാമാര് കാണുന്ന മാതിരിയല്ല ജൂതന്മാര് കാണുന്നത്. അപ്പൊ നോട്ട് പോയിന്റ് യുവർ ഓണർ, അതാണ് അതിൽ പറയാനുള്ള ഒരു കാര്യം. പിന്നെ എന്താണ്, നുണയൻ ഇസ്രായേലിൽ കണ്ടോ? അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഉണ്ണാക്കൻസ് വിചാരിച്ച എന്താന്ന് വെച്ചാൽ, ജൂതന്മാര് പണ്ടേ ഉണ്ടായിരുന്നില്ല എന്ന് ആണ് ഞാൻ ധരിച്ചത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ചിടത്തൊന്നും വണ്ടി അങ്ങ് വലിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയാണ്. ഒരു പല്ലിവാൽ സൂത്രമാണ് അവരോട് നടത്തിയത്. ഒരു കാര്യം എനിക്ക് അവരോട് സന്തോഷമുണ്ട്. കാരണം പണ്ടേ ഉണ്ടായിരുന്ന ജൂതനാണെന്ന് ഞാൻ പറഞ്ഞത് അവർക്ക് കൊണ്ടു, വല്ലാതെ കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ മുഴുവൻ അത് നാട്ടുകാർക്ക് കൊണ്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത്, പണ്ടേ ഉണ്ടായിരുന്നത് ജൂതന്മാരാണ്. ജൂതമതം പണ്ടേ ഉണ്ടായിരുന്നു എന്നല്ല ഈ പറയുന്നത്. അത് പണ്ടേ ഉണ്ടായിരുന്നു എനിക്കും അറിയാം. ജൂതന്മാരാണ് ഈ പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നത്. പാലസ്തീനികൾ എന്ന് പറയുന്ന രീതിയിൽ വരുന്നതിന് മുന്നേ തന്നെ ജൂതന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അവര് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ലാൻഡ് ഓഫ് ഇസ്രായേൽ, നിങ്ങൾ ഈ കോയിനൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് പറയും പാലസ്തീൻ എന്ന് പറഞ്ഞൊരു കോയിൻ, അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് ഒക്കെ കൊണ്ടുവരും. അതിന്റെ താഴെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ആ ഹീബ്രു ഭാഷയിൽ എന്താണ്, ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നും കൂടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? അതായത് അതിനെ ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നാണ് വിളിക്കുക. അതിന്റെ ഒറിജിനൽ, അതിന്റെ ആ സ്ഥല പേര് അതാണ്. പക്ഷെ
ബ്രിട്ടീഷ് മാൻഡേറ്റ് ഒക്കെ വന്നു, അല്ലെങ്കിൽ അതിനൊക്കെ മുന്നേ ഉള്ള ചില കാലഘട്ടത്തിന് ഇങ്ങോട്ട് ശേഷം അവരെ അതിനെ വിളിച്ചുകൊണ്ട് വന്നിരുന്നത് പാലസ്തീൻ എന്നാണ്. ഈ പാലസ്തീൻ എന്നുള്ള പേരിട്ടത് തന്നെ റോമാക്കാരാണ്. അതെന്തിനു വേണ്ടിയിട്ടാ? അവിടെ ഈ പ്രദേശത്തുണ്ടായിരുന്ന റോമ സാമ്രാജ്യമായിട്ട് ഇവിടെ അതിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു റിവോൾട്ട് ഉണ്ടാകുന്നു. ജൂതന്മാര് റോമാക്കാർക്കെതിരെ ഒരു റിവോൾട്ട്. ആര്? ജൂതന്മാര്. അങ്ങനെ റിവോൾട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവരെ കളിയാക്കാൻ വേണ്ടിയിട്ടും അവരെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ഇട്ടുകൊടുത്തൊരു പേരാണ്. നിങ്ങൾ അത്ര വലിയ സംഭവമാണെന്നൊന്നും പറയണ്ട, നിങ്ങള് പലസ്തീനികൾ അത്ര മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇട്ട് കൊടുത്തൊരു പേരാണ്. അപ്പൊ അതായത് കളിയാക്കാൻ ഉപയോഗിച്ചൊരു പേരാണ് ഈ പലസ്തീൻ എന്ന് പറയുന്നത്. ഇതാണ് സംഗതി. ഇതിനെയാണ് അവർ ഇന്ന് കൊണ്ട് ഇനി ഒന്നാമത്തെ കാര്യം, ഈ പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറയുന്ന വാക്ക് അറബിയിലില്ല. അതുകൊണ്ടാണല്ലോ ഫിലിസ്തീൻ, ഫലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അപ്പൊ എന്ന് പറയുന്ന ഒരു അക്ഷരം തന്നെ അറബിയിലില്ല. പിന്നെ ഖുർആൻ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലി സന്തതികൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് 10-40 തവണയോളം വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ ഈ ഒരു ജനവിഭാഗം അത് ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ കിതാബുകളിൽ നിന്ന് അല്ലെങ്കിൽ കിതാബിൽ നിന്നുള്ള തെളിവാണെന്ന് നിങ്ങൾ പറയും. നമുക്കത് വേണ്ടെന്നേ. അതാ ഞാൻ പറഞ്ഞത്. ഞാനിവിടെ വന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഇവിടെ കുഴിച്ചെടുത്ത തെളിവുകളുണ്ട്. ഇന്നലെ നമ്മള് വീണ്ടും ജെറൂസലമിൽ പോയിട്ട് അവിടെയുള്ള തെളിവുകൾ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടുള്ള രീതിയിൽ കാണാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ അതിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ ഒരു ജെറൂസലം അവിടെ നിൽക്കുന്ന ആ ഒരു ക്രിസ്ത്യൻ ഒരു പള്ളി, അതിനകത്ത് ഈ ജൂതന്മാരായിട്ടുള്ള ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ശവശരീരം അത് അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു ഗുഹ പോലുള്ള ഒരു സംഗതി. അതായത് ജൂതന്മാരിൽ തന്നെ കൂടിയ ജൂതന്മാരും കുറഞ്ഞ ജൂതന്മാർ, അതായത് അരിസ്ട്രോക്രാറ്റിക് ആയിട്ടുള്ള ജൂതന്മാർ, അവരുടെ ശവശരീരങ്ങൾ അല്ലെങ്കിൽ രാജാക്കന്മാര് ഇവരുടെയൊക്കെ അത് കുഴിച്ചിടുക അല്ലെങ്കിൽ അത് അടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഗുഹ പോലുള്ള ഒരു സാധനത്തിലേക്ക് കയറ്റിയിട്ടാണ് അതിനകത്ത് അടക്കുന്നത്. അപ്പൊ ആ ഒരു ഗുഹ അത് ഇന്നും അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അത് അവിടെ കാണാം. അതിന്റെ ചിത്രം ഞാൻ അതിന്റെ അകത്ത് പോയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. ഞാനത് പിന്നീട് വീഡിയോ ആയിട്ടൊക്കെ അത് ഷോർട്സ് ആയിട്ട് വിടാം. കാരണം ഒരു ലെങ്തി ആയിട്ട് വീഡിയോ ചെയ്യാൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ നിങ്ങൾക്ക് കാണാനുള്ള ക്ഷമ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ജൂതന്മാരെ അടക്കിയിരുന്ന ശവക്കല്ലറ അതിന്റെ ചിത്രം, അതിന്റെ ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ഷോർട്സ് ആയിട്ട് ഞാൻ അത് വിടുന്നുണ്ട്. നിങ്ങൾക്ക് അത് സൗകര്യം പോലെ കാണാം. അപ്പോ ഇതെന്താ കാണിക്കുന്നത്? ഇത് തെളിവുകളാണ്. ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ അതിന്റെ എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ടുള്ള തെളിവുകൾ. ഇതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. അതേപോലെ പല പല രീതിയിലുള്ള തെളിവുകൾ, അതായത് ഈ അവിടെയുള്ള കല്ലുകൾ, അവിടെ കുഴിച്ചെടുത്തിട്ടുള്ള അതിന്റെ കല്ലുകൾ. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ മുഹമ്മദ് നബി 7ാം ആകാശത്തേക്ക് പറന്നുപോയ പാറ, ബുറാക്കിനെ കെട്ടിയിട്ടിട്ട്, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ അവിടെ പോയിട്ട് ഞാനിങ്ങനെ നോക്കി, ഓട്ടയൊക്കെ ഉണ്ട് അവിടെ, അതിന്റെ മുകളിലേക്ക് പറന്നുപോയ ഒരു ഭാഗം. അപ്പൊ അവിടെ ഒരു തമാശ ഉണ്ടായി. ഞങ്ങളെ ഇത് കാണിക്കാൻ കൊണ്ടുപോയതൊരു ഖലീൽ എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിനോട് ആവർത്തിച്ച് ചോദിച്ചു ട്ടോ, താങ്കൾ മുസ്ലിം ആണല്ലോ അല്ലേ എന്ന്. ഞാൻ പറഞ്ഞു അതെ, വളരെയധികം മുസ്ലിമാണ്. ഇനി സംശയം ഞാൻ സിബൂരി കാണിച്ചു തരാന്ന് പറഞ്ഞു. അതുവരെ പറയേണ്ടി വന്നു. അപ്പോ ഇതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെ അവസാനം പുള്ളിക്ക് സമാധാനം. കാരണം പുള്ളി അവിടുത്തെ ഒരു പ്രമാണിയാണ് കുറെ നാളുകളായിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത് 2-3 കാര്യങ്ങളാണ് ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. നമ്മളുടെ ഖുർആന്റെ കഥ. ഈ വേർഷൻസ് ഓഫ് ഖുർആൻ. അത് ഞാൻ ഒരുപാട് ഖുർആൻ വേർഷൻസ് ഉണ്ട് അവിടെ. ഞാനത് എല്ലാം കൂടി വാങ്ങിച്ചുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ 2-3 വാങ്ങിച്ചിട്ടുള്ളൂ. ഒരു സെക്കൻഡ് അതൊന്ന് എടുത്താട്ടെ. നമ്മളുടെ കാക്കാമാര് ഇനി അടുത്തത് നമ്മൾ എയറി കയറ്റാനെന്നും പറഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടിയിട്ട് ഇടാൻ പോകുന്ന വീഡിയോയും, എന്നിട്ട് പിന്നെ ഇസ്ലാം എയറിൽ കയറാൻ പോകുന്ന സാധനമാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് തന്നെ ഒന്ന് കാണിച്ചേക്കാം. ഒറ്റ സെക്കൻഡ്. യെസ്, these are the versions of Quran. Okay. ഇത് മലിക്കിയോമദീനൊക്കെ പറഞ്ഞപ്പോ അതെന്തോ അതിലെന്തോ തെറ്റെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പൊന്നാര കാക്കന്മാരെ, ഈ വള്ളി വ്യത്യാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നിലും മലിക്കും ഒന്നിലും മാലിക്കയാണെന്ന് പറയുമ്പോ അവിടെ തന്നെ പൊളിഞ്ഞല്ലേ? അതാണ് എനിക്ക് ചോദിക്കുന്നത്. ഇത് ദിസ് ഇസ് വർഷ് ഖുറാൻ. ഓക്കെ. ഇനി അടുത്തത് ഡിഫറെന്റ് വേർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാരായണ വ്യത്യാസം മാത്രമൊന്നുമല്ല. അത് നിങ്ങൾ ഏതെങ്കിലും മദ്രസയിൽ പോയിട്ട് പറഞ്ഞാൽ മതി. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഏതായാലും ഇവിടം വരെ വരുമ്പോ പിന്നെ ഇതൊക്കെ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ അതൊക്കെ വാങ്ങിക്കാൻ കഴിയാം?
ഓക്കെ. ഇത് നമ്മളുടെ കാലൂൺ. ഓക്കെ, ഒരെണ്ണം കാലൂൺ. പിന്നെ ഒരെണ്ണം ഉള്ളത് ഓ, ഇത് ഹഫ്സ്. ഓക്കെ, അപ്പൊ ഒന്ന് ഹഫ്സ് തന്നെയാണ് എനിക്ക് വീണ്ടും എടുത്തു തന്നത്. തെണ്ടികൾ. ഞാൻ ഹഫ്സ് വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു, അതെന്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. സാരല്ല, കുഴപ്പമില്ല. ഒരെണ്ണം കൂടിയെന്ന് വിചാരിച്ചിട്ട് കാര്യം, നമുക്ക് കത്തിച്ച് കളയാലോ. അപ്പൊ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ 3 എണ്ണം. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഈ വെറൈറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാം ഇതിനകത്തുള്ള വ്യത്യാസങ്ങൾ. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പക്ഷെ അതുപോലും മനസ്സിലാവാൻ ഇവർക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ. അതാണ് ഇതിന്റെ കുഴപ്പം. ഒരു മിനിറ്റ്. മാലിക് യൗമുദ്ദീൻ ഉണ്ട് ഇതിനകത്ത്. മാലിക് യൗമുദ്ദീനും മലിക് യൗമുദ്ദീനും രണ്ടും രണ്ടാണ്. അതിന്റെ വള്ളിയും പുള്ളിയും വ്യത്യാസമുണ്ട്. ഇത് ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതില് മലിക്കി. ഓക്കെ, അപ്പൊ ഏതായാലും തൽക്കാലം ഒരു ഉദാഹരണം വെച്ച് നമ്മൾ തുടങ്ങുകയാണ്. നമ്മളെ കാക്കാമാരും ഉണ്ടാക്കൻസോ ഇനി ഏത് വലിയ കോപ്പിലെ ഇടപാട് നടത്തുന്ന ഏതെങ്കിലും കുഹിരിയോ ആര് തന്നെ ആയാലും ശരി വരട്ടെ. അപ്പൊ നമുക്ക് ഖുറാന്റെ ഡിഫറെന്റ് വേർഷൻസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്തിട്ട് പറയാം. ഇതൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞ് തേഞ്ഞ കാര്യങ്ങളാണ്. ഏതായാലും പറയാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പണി. അപ്പോ ഇതാണ് നമ്മളുടെ പണി. അപ്പൊ അത് നമ്മൾ വൃത്തിക്ക് നമ്മൾ ചെയ്തിരിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് ചെയ്യാൻ പോണത്. യെസ്, ഇതിനകത്തും മലിക് യൗമുദ്ദീൻ തന്നെയാണ്. 7. ഏതായാലും വിശദമായിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ നമ്മളുടെ ജബ്ബാർ മാഷ് ചെയ്തത് മാഷിന്റെ വീഡിയോയിൽ കിടപ്പുണ്ട്, യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അതുകൂടാതെ എന്റെ ചാനലിൽ കിടപ്പുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും കിടപ്പുണ്ട്. എന്നിട്ടും മതിയാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമുക്കത് ചെയ്ത് കളയാം. ഓക്കെ, ആരും തിരക്ക് കൂട്ടരുത്. എല്ലാരും വരി വരിയായിട്ട് വരിക. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് കളയാം എന്നുള്ളതാണ്. ഓക്കെ, സെക്കൻഡ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാനിത് നോക്കാനിരുന്ന കുറെ സമയം പോകും. അപ്പൊ ഈ 3 വേർഷൻസ് ആണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ. ഒന്ന് നമ്മളുടെ വർഷ്, ഹഫ്സ്, കാലൂൻ. 3 എണ്ണം നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഇനിയും ഇതേപോലെയുള്ള വേർഷൻസ് അവിടെ ഉണ്ട്. അത് കൊണ്ടുവരാനുള്ള തടസ്സമുള്ളതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. ഇനി പോകുമ്പോൾ നമുക്ക് ഇനിയും വായിക്കാം. അപ്പൊ 3 തരം ഖുർആനാണ് കേട്ടോ എന്റെ കയ്യിലിരിക്കുന്നത്. 3 തരം ഖുർആൻ. നിങ്ങൾ പാരായണ വ്യത്യാസം ആനാചാന എന്നൊക്കെ പറഞ്ഞു വരുമ്പോ നമ്മൾ ഇതിനകത്തുള്ള വ്യത്യാസങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. അത് വേറെ തന്നെ ഉണ്ട്. അതപ്പൊ നമുക്ക് പൊളിക്കാം. അപ്പൊ ഏതായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ. ഉദാഹരണമൊക്കെ പറഞ്ഞ് നമ്മൾ മടുത്തതാണ്. എന്തായാലും തൽക്കാലം ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഒന്ന് കൊളുത്താൻ വേണ്ടിയിട്ട്. അതിൽ നിങ്ങൾ പിടിക്കും, നമുക്ക് ബാക്കി പറയാം. സ്വപൻദാസ് ഗുപ്ത ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. യെസ്, സ്വപൻദാസ് ഗുപ്ത ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മൂപ്പറായിട്ട് നമ്മളൊന്ന് ഉടക്കി. കാരണം നമ്മളിവിടെ വെയ്സ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടുത്തെ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അവിടെ നമ്മൾ മീറ്റ് ചെയ്തത് ഇന്ത്യൻ PhDs ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് നമ്മൾ മീറ്റ് ചെയ്തത്. അപ്പൊ അവരുടെ അനുഭവങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവർ പറയണോണ്ടൊന്നും വിചാരിക്കരുത്. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ കച്ചറയാണ്. PhDക്കൊക്കെ ചേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ ദുരന്തത്തിൽ പെട്ടു. ആണോ, എന്താ പറ്റിയത്, വേറെ എന്തിനേലൊക്കെ പോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു ലൈനാണ് ഇന്ത്യയിൽ. PhD എന്നൊക്കെ പറഞ്ഞ മഹാ ദുരന്തമാണ്. ഒരു പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു R&D ഒരു കൾച്ചർ ഇല്ല. അങ്ങനെ കുറെ കുറ്റങ്ങൾ അവർ പറയുകയുണ്ടായി. ഉള്ള കാര്യം പറഞ്ഞു. കാരണം അവരിവിടെ വരുമ്പോ അവർക്ക് ഇവിടെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും അതുപോലെ ആ ഡിഫറൻസ് അത് വളരെ കൃത്യമായിട്ട് അവർ പറയുന്ന ഒരു ഘട്ടം എത്തിയപ്പോ മൂപ്പര് BJPയുടെ ഏതോ വലിയ കൊണാൻഡ്രോ ആണ്. പിന്നെ വലിയ എഴുത്തുകാരനൊക്കെയാണ്. മൂപ്പരുടെ കുരുപൊട്ടുക എന്നുള്ളത് പിന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ഇന്ത്യ ഭയങ്കര ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെയല്ല സർ, അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളാരും ഈ പണിക്ക് നിൽക്കൂലായിരുന്നല്ലോ സർ, ഞാൻ ഇത്രയൊക്കെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് അവര് അതിന് മറുപടി കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതിന്റെ കൂടെ ഞാനും പറഞ്ഞു അവരെ ബാക്ക് ചെയ്യുന്ന രീതിയിൽ. കാരണം നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള വിഷയമാണത്. ഇപ്പോ ഈ നമ്മുടെ നാട്ടിൽ ഈ ആയുഷ് എന്ന് പറയുന്ന ഒരു
കിളിക്കൂട് പണിതിട്ടിട്ട് അതിനകത്ത് കുറെ കപടശാസ്ത്ര കിളികൾ അതിനകത്തുണ്ടല്ലോ. അപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞു. കാരണം നമ്മളിപ്പോ ഹോമിയോ പഠിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഈ സാധനം ഒരു മണ്ടത്തരാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഗവൺമെന്റിന്റെ ലിസ്റ്റില് അത് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ എൻട്രൻസ് എഴുതിയിട്ട് വരുമ്പോ ദേ കിടക്കുന്നു ഡോക്ടർ ആവാനുള്ള ഒരു സാധനം. പോയി പഠിക്കുന്നു. പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാര്യം പിടികിട്ടുന്നത്. ഇതൊരു ഒരു ഒരു പറ്റിക്കൽ പ്രസ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളത് ഒഴിവാക്കി നമ്മൾ നമ്മുടെ വഴിക്ക് അങ്ങ് പോകുമ്പോ ഇത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഹോമിയോ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ വിട്ടോ. അതെന്തിനാ കുറ്റം പറയണത്? ഞാൻ പറഞ്ഞത് ഇഷ്ടമല്ലാത്തതിന്റെ പ്രശ്നമല്ല. ഇത് ഒബ്ജക്റ്റീവ് ആയിട്ട് ഇത് തെറ്റാണ് എന്ന് ലോകം തെളിവോടുകൂടി ശാസ്ത്രലോകം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യത്തെ അത് ഇഷ്ടത്തിന്റെ പേരിലല്ല നമ്മൾ മാറ്റുന്നതും അല്ലെങ്കിൽ എടുക്കുന്നത്. ഇപ്പൊ ഒരാൾ എംബിബിഎസ് എടുക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി പോകുന്നു, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ഇഷ്ടം കൊണ്ട് എന്നുള്ള രീതിയിലല്ല. അതിന് ചെയ്യാനുള്ള ഒരു വകുപ്പും കൂടി അതിനകത്ത് ഉണ്ടാവണം. ഇഷ്ടം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് പോകുമ്പോ ഇതിനകത്ത് എത്ര ഇഷ്ടപ്പെട്ടാലും ശരി, ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ലെവലിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാ? ഇത് ശാസ്ത്രത്തിന്റെ മേഖലയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഡീലിംഗ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്തൊക്കെ വലിയ നാനോ കണിക ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ വേറെ എന്ത് കൊണാണ്ട്രം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ശരി, ഇത് അവിടെ നിൽക്കും. അതിന്റെ അപ്പുറത്തേക്ക് ഇത് മുകളിലേക്ക് പോവില്ല എന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോ, ആയുഷിനെ കുറിച്ചൊക്കെ പറയുമ്പോ പുള്ളിക്കങ്ങ് വല്ലാതെ അങ്ങ് കൊള്ളുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഉള്ള കാര്യമാണ്. കോവിഡിന്റെ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഈ ഇന്ത്യ വാക്സിൻ കൊടുത്ത രീതിയും അതുപോലെ ഈ ആയുഷിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കിയ പണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര ആളുകൾക്ക് വാക്സിൻ കൊടുക്കാമായിരുന്നു? എത്ര ആളുകൾക്ക് പിപിഇ കിറ്റ് കൊടുത്തുകൊണ്ട് ചികിത്സ ഉറപ്പാക്കാൻ പറ്റുമായിരുന്നു? ഓക്സിജൻ അതിന്റെ ലഭ്യത നമ്മളൊക്കെ കണ്ടതാണ് ആ സമയത്ത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇവരോട് പറയുമ്പോ സംഗതി ബിജെപിക്കാരനാണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. പക്ഷേ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്ക് കൊണ്ടു. ഭയങ്കര പ്രശ്നമായി. എന്നോട് മിണ്ടരുത്, മിണ്ടാതെ നിൽക്കുന്നൊക്കെ പറഞ്ഞു. അത് പള്ളിയിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ വലിയ പ്രശ്നമൊക്കെ ആയി. എന്തായാലും പോട്ടെ. ആളുകളൊക്കെ കൂടി ഇടപെട്ട് അതങ്ങ് സുൽഹാക്കി വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാ ഒരു ചെറിയ രീതിയിൽ ഒരു 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 സംസാരമായി മാറി അത്. അതൊരു ചർച്ചാ വിഷയമായി മൊത്തത്തില്. ആം, അപ്പോ അവിടെയുള്ള പിഎച്ച്ഡീസ് ആയിട്ടുള്ള ആളുകൾക്ക് കാര്യം പിടികിട്ടി. ഇതാണ് അവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ അതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് എവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കണേ എന്നുള്ളതാ. ഇസ്രായേലിൽ ഇരുന്നിട്ട് അവരുടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു കാര്യം. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇവരുടെ ഒരു മേഖലയിൽ ഒരു 3 പേരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരാള് ലെഫ്റ്റ്, ഒരാള് റൈറ്റ്, ഒരാള് സെന്റർ. അവരിരുന്നിട്ട് അതിനകത്തൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് കുറ്റവും കുറവും പരസ്പരം ഡിസ്കസ് ചെയ്ത് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതി. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ആ സാധനം ഇന്ത്യൻ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കത് പറ്റുന്നില്ല. നമ്മളവിടെ കുറ്റം ആരെങ്കിലും പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് പറയാണ്. ഇപ്പൊ നമ്മള് ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് നമ്മളുടെ ഇസ്രായേലി പാർലമെന്റിൽ പോകുന്നൊരു കാര്യം ഉണ്ടായി. അതായത് ഇവിടുത്തെ കെനസെറ്റ് എന്നാണ് അവർ പറയാ. നെസെറ്റ് എന്നോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഉച്ചരിക്കാം. KNE എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഈ കെനസെറ്റിൽ നമ്മൾ പോയിട്ട് അവിടുത്തെ ഒരു നിലവിലത്തെ ഭരണപക്ഷത്തുള്ള ഒരു റൈറ്റ് വിങ് ആയിട്ടുള്ള നമ്മളുടെ നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലുള്ള ഒരു എംപിയുമായിട്ടാണ് നമ്മൾ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പൊ അവരായിട്ട് കുറെ കാര്യങ്ങൾ ഇതുപോലുള്ള നേരിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഈ യുദ്ധം സംബന്ധിച്ചിട്ട് അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അതുപോലെ ജുഡീഷ്യൽ റിഫോം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവര് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള തെറ്റ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എങ്ങനെ ഇത് നമുക്ക് തെറ്റ് പറ്റി? എന്തുകൊണ്ട് ഒക്ടോബർ 7 അത് സംഭവിച്ചു? എന്തുകൊണ്ട് അത് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല? അത് നമ്മളുടെ ഇന്റലിജൻസിന്റെ ഫെയിലിയർ അല്ലേ? ആ ഫെയിലിയർ എന്തുകൊണ്ട് വന്നു? എന്ന് അവര് നമ്മളോട് പറയണം. ഇത് നമ്മളുടെ ഒരു ഒരു പൊളിറ്റിക്കൽ ഒരു ലാൻഡ്സ്കേപ്പില് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? നമ്മള് ക്യാപ്സ്യൂളുകളായിട്ടല്ലേ നടക്കാറ്. നമ്മള് കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്താണ് ആ വാക്ക് തന്നെ ഏറ്റവും വലിയ കോമഡി. പിണറായി വിജയൻ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും ഉടനെ ക്യാപ്സ്യൂളായിട്ട് വരും. ബിജെപിക്കാര് മോദി എന്ത് സാധനം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ക്യാപ്സ്യൂളായിട്ട് ഇറക്കും. അപ്പൊ ഒരു തെണ്ടിത്തരം കാണിച്ചാൽ അത് തെണ്ടിത്തരമാണ്. ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണ്. അത് പറ്റാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു രീതി അത് നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. അത് എവിടെയായാലും നമ്മൾ ശീലിക്കേണ്ടതാണ്. ആരെയും നമ്മള് ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു അതിൽ തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുക, അത് തിരുത്തി പോവാന്നുള്ളതാ. അല്ലാതെ നിങ്ങൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് അതുകൊണ്ട് ആരിഫ് സാറിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളാം അങ്ങനെയൊന്നുമില്ല. തെറ്റ് ആർക്കും വരാം. തെറ്റ് പറ്റാത്തവരാരുമില്ല ഗോപു എന്ന് പണ്ടേതോ ഒരു മഹതിയായ കവിത എഴുതുന്ന ആള് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ തെറ്റാർക്കും പറ്റാം. മനുഷ്യന്മാരാണ്. അത് ആഹ് നമുക്ക് പോളിസികളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റങ്ങളായിട്ട് അതിനെ കണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഇതൊരു കുലത്തൊഴിലായിട്ട് മാറും. ഈ
കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് കുലത്തൊഴിലായിട്ട് മാറും. കുറ്റം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. കുറ്റം ആർക്കും സംഭവിക്കാം. അത് നമുക്കും ഉണ്ടാകാം, അവർക്കും ഉണ്ടാകാം എന്ന രീതിയിലേക്ക് വന്നൊരു ഒരു സെൽഫ് ഒരു ഇൻട്രോസ്പെക്ഷൻ കൂടി വന്നാലാണ് കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഈ നമ്മുടെ ഡെമോക്രസി കൂടുതൽ ശക്തിപ്പെടുക എന്നും കൂടിയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ആ രീതിയിൽ തുടരുന്ന ഒരു രാജ്യത്തിരുന്ന് അതിന്റെ ഒരു ബെനിഫിഷ്യറി എന്നുള്ള രീതിയിൽ ഈ ഹൈറാർക്കീസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ഗൈഡിനോടൊക്കെ നേരിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രൊജക്ട് അത് കുറച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് എന്താ പറയാ ആം, അത് ശരിയല്ല എന്ന് തോന്നിയിട്ട് നിങ്ങൾ ഗൈഡിനോട് ഞാൻ ഈ പ്രൊജക്ട് വിടുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്രയും നാളും ചെയ്തിട്ട് ഇനിയിപ്പോ ഇത് വിടാനാ എന്ന് പറഞ്ഞിട്ട് അവനെ വീണ്ടും ബുദ്ധിമുട്ടി എന്നിട്ട് അതിന് ഇല്ലാത്ത റിസൾട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് പബ്ലിഷ് ചെയ്യുന്ന പരിപാടി. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇവിടെ അതല്ല. അവർ ചെയ്തു തുടങ്ങിയപ്പോ അവർക്ക് ഒന്നുകിൽ അത് ഫെഡപ്പ് ആവുന്നു, അല്ലെങ്കിൽ അത് വിചാരിച്ച ഒരു രീതിയിൽ പോകുന്നില്ല. എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ പ്രൊജക്റ്റിലേക്ക് മാറാം. ആരും പിന്നാലെ വന്നിട്ട് ഒന്നും കുത്തിയിറക്കുന്ന പരിപാടി ഇല്ല. അവർക്ക് അത് ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട് എന്നും കൂടി വരുന്നിടത്താണ് ഈ എഡ്യൂക്കേഷൻ ഇവിടെ സക്സസ്ഫുൾ ആവുന്നത് എന്നതാണ് ഈ പറഞ്ഞു വെച്ചത്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വേദിയായിരിക്കെ അവിടെ പോലും ഇരുന്നിട്ട് തട്ടിക്കേറുകയും ചോദ്യം ചോദിക്കാൻ വരുന്ന ആളെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടത്. അപ്പൊ സാന്ദർഭികമായിട്ട് ഇവിടെ ചോദിച്ചുകൊണ്ട് പറയാണ്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു വന്നിരുന്നു. നമ്മളുടെ ഖലീൽ ജെറൂസലേമിൽ പോയപ്പോ ഉണ്ടായിട്ടുള്ള അനുഭവം. അപ്പൊ ആള് നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു, കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നു. അതിന് വേണ്ടിയിട്ട് ഇറങ്ങി വന്ന ആളാണ്. 2-3 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള. ആള് ജെറൂസലം അവിടുത്തെ ഒരു നിവാസിയാണ്. അവിടുത്തെ ലോക്കലാണ്. അപ്പോ ആളടുത്ത് നമ്മൾ ചോദിക്കുകയാണ്. ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അൽ-അക്സ അതിന്റെ ഗേറ്റ് അതിന്റെ ആ ഭാഗത്ത് പോലീസുകാർ നിന്ന് നമ്മളെ തടയുന്നു. അപ്പൊ ആരാണ് പോലീസുകാർ? ഇസ്രായേലി പോലീസുകാരാണ്. അപ്പൊ നമ്മൾ ചോദിക്കും എന്തിനാ മുസ്ലിം ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത്. അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ. അതായത് നമ്മൾ ഈ ജെറൂസലമിലും ഇസ്രായേലിലും പല സ്ഥലങ്ങളിലും കറങ്ങി നടന്നിട്ട് പല ജൂത സിനഗോഗിൽ കയറി, ക്രിസ്ത്യൻ പള്ളിയിൽ കയറുന്നു. അവിടെ എവിടെയും നീ ജൂതനാണോ നീ ക്രിസ്ത്യാനിയാണോ എന്ന് ആരും ഇതുവരെ നമ്മളോട് ചോദിച്ചിട്ടില്ല. ആർക്കും വേണമെങ്കിൽ കയറാം, ഫോട്ടോ എടുക്കാം, വരാൻ പോകാം. ഇതാണ് സ്ഥിതി. പക്ഷെ ജെറൂസലമിൽ എത്തുമ്പോ അൽ-അക്സയുടെ ഭാഗത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അവിടെ തന്നെയുള്ള ജൂത പള്ളിയിൽ പോലും കയറുമ്പോൾ നമുക്കില്ലാത്തൊരു റെസ്ട്രിക്ഷൻ ഈ സാധനത്തിലേക്ക് വരികയാണ്. അപ്പൊ നിങ്ങൾ മുസ്ലിം ആണോ എന്ന ചോദ്യം അവിടെ വരുന്നു. എന്നിട്ടേ കയറാൻ പറ്റുള്ളൂ. അത് തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അപ്പുറത്ത് നിന്ന് ചോദിച്ചിട്ട് കയറ്റുന്ന പരിപാടി. ഇതൊക്കെ അവിടെ നമുക്ക് കാണാം. അതൊരു വശത്ത്. 2 അതിനകത്തേക്ക് കേറുമ്പോ നമ്മള് ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ ഒക്കെ മാറ്റി വെക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ തടയുന്നു. അങ്ങനെ കുറെ ആളുകള് റാൻഡം ആയിട്ട് വന്നു പോകുന്നു. അപ്പൊ ഒരു 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 കൊള്ള സംഘത്തിലേക്ക് കേറുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഞാൻ അവിടെ ഒരു ചെറിയ വീഡിയോ എടുത്തപ്പോൾ അത് പറയുകയും ചെയ്തു. പിന്നെയാണ് ആലോചിച്ചത് ശരിയാണ് ഒരു കൊള്ള സങ്കേതമാണല്ലോ ഇസ്ലാം. അത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ തോന്നുന്നത്. ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു ആരാധനാലയത്തിലും പോകുമ്പോഴും ഇല്ലാത്ത ഒരു രീതി. അതാണ് നമുക്കവിടെ ഒരു കൊള്ള സങ്കേതം. അവിടേക്ക് ഒരു അധോലോകത്തേക്ക് പോകുന്ന പോലെ ഒരു ഫീല്. ഇതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. അപ്പോ ആളോട് ഞാൻ ചോദിച്ചു, ഇത് എന്താ ഇങ്ങനെ? എന്താണ് ഇതുപോലുള്ള റെസ്ട്രിക്ഷൻ? അപ്പൊ പറഞ്ഞു എല്ലാം ഇസ്രായേൽ എല്ലാം കൺട്രോൾ ചെയ്യണം. അവർക്കെല്ലാം കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു. ഓ ശരി, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പിന്നെ കുറച്ചുകൂടിയൊക്കെ അങ്ങോട്ട് നടന്ന് എല്ലാം കഴിഞ്ഞ് ഞാൻ ആളോട് ചോദിച്ചു, അപ്പോ നിസ്കാരം ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചു ട്ടോ. 2 റക്അത്തല്ല ഇന്നലെ ഞാന് ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ അവിടെ കേറിയിട്ട് ഞാൻ ളുഹറൊക്കെ നിസ്കരിച്ചു. ചുമ്മാ കുറെ കാലായല്ലോ. പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നമ്മടെ വക. എന്നിട്ട് അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എല്ലാവരോടും ഇറങ്ങ് വാതിലൊക്കെ അടയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോലീസുകാർ വീണ്ടും. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ അങ്ങനെ? അപ്പൊ അവര് പറഞ്ഞു ഇവിടുത്തെ നിസ്കാരത്തിന്റെ സമയം കഴിയുമ്പോൾ നോൺ മുസ്ലിംസിന് വേണ്ടിയിട്ട് ഈ ഭാഗം തുറക്കും. അപ്പൊ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ മാറിപ്പോണം. എന്നുവെച്ചാ പിന്നെ ഇവിടെ നിൽക്കാൻ പാടില്ല. അവരുടെ സമയമാണ്. അവര് വന്നു പോകും. ആരാ കൊണ്ടുവരുന്നത്? അതും ഇസ്രായേലിൽ നിന്നുള്ള ആളുകൾ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അവരും വേറൊരു എൻട്രി കൂടെ അവർ വന്നു പോകുന്നു. ഇതാണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ ഇതിപ്പോ ഇസ്രായേലിന്റെ കൺട്രോളിലായതുകൊണ്ടല്ലേ ഇതൊക്കെ നടക്കുന്നത്? ഇതിപ്പോ ഗാസ അല്ലെങ്കിൽ പാലസ്തീനിയൻ അതോറിറ്റിയുടെ കീഴിലായിരുന്നു എന്ന് വിചാരിക്കാം. ഈ ജെറൂസലം എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പുള്ളി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ വടിയും വിഴുങ്ങി നിൽക്കണ മാതിരി നിന്നു. ഇതാണ് ഉണ്ടായത്. അപ്പൊ തുടക്കത്തിൽ ഇസ്രായേലിനെ കുറ്റം പറഞ്ഞ ആള് ഈ ചോദ്യം നമ്മൾ ചോദിച്ചപ്പോ പുള്ളിക്ക് ഉത്തരവില്ല. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ജെറൂസലം കൺട്രോൾ ചെയ്തിരുന്നത് ഈ പറയുന്ന പാലസ്തീൻ അതോറിറ്റി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാൻ കഴിയില്ല.
പോകാൻ കഴിയില്ലാന്ന് മാത്രമല്ല, ഈ ജൂത സംവിധാനങ്ങളോ, അവിടെയുള്ള സിനഗോഗോ, പള്ളിയോ, മറ്റുള്ള സാധനം ഒന്നും തന്നെ അവിടെ ഉണ്ടാവില്ല. അവിടെ ഈ കാക്കാമാരുടെ സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ ഉണ്ടായിരുന്നതൊക്കെ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ പള്ളി പണിയുക, അല്ലെങ്കിൽ മറ്റുള്ള ആരാധനാലയങ്ങൾ തല്ലി തകർക്കുക, അതിനെ അവമതിക്കുക, അതിനെ ആ സാധനത്തെ മറവിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്ന രീതി. ഇതാണ് നമ്മളവിടെ കണ്ടത്. അപ്പോ ഇത് പാലസ്തീൻ അതോറിറ്റി അല്ലെങ്കിൽ ആ ഇസ്ലാമിക് പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് ഇത് കൺട്രോൾ ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയാവില്ല. അപ്പൊ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇവരുടെ ഏഴയലത്ത് കൂടെ പോയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇതും കഴിഞ്ഞ് ആള് വടി വിഴുങ്ങിയ പോലെ നിന്ന് അയാള് ലോക്കലായിരിക്കെ, ജെറൂസലമിലെ വ്യക്തിയായിരിക്കും, അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ആളുടെ വീട്ടില് ആളുടെ കടയിൽ കയറിയിട്ടാണ് നമ്മൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്, കുറെ ഗിഫ്റ്റും അതും ഇതൊക്കെ. അപ്പൊ അയാളെ കടയിൽ എന്തൊക്കെയാ വിൽക്കുന്നത്? അയാളുടെ കടയിൽ വിൽക്കുന്നത് ക്രിസ്ത്യാനികളുടെ കുരിശ്, ജൂതന്മാരുടെ എല്ലാ സാധനങ്ങളും, കഫിയ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഇതിൽ കിടപ്പുണ്ട്. കഫിയുടെ ഒരു കുറവുണ്ട്. ഞാനൊരു ഇതിന്റെ തമ്മനയിൽ ഇട്ടിട്ടുള്ളത് പുള്ളിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ. അപ്പൊ ഇതെല്ലാ സാധനവും വിൽക്കുന്ന കട. അപ്പൊ ഞാൻ ആളോട് വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ ഈ ജെറൂസലം, നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം, ഇത് കൺട്രോൾ ചെയ്യുന്നത് പലസ്തീൻ അതോറിറ്റി ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കച്ചവടം നടത്തിയിട്ട് ഇവിടെ ഈ ഉപജീവനം നടത്താൻ സാധിക്കുമായിരുന്നോ? ഇവിടെ ടൂറിസ്റ്റുകൾ വരുമായിരുന്നോ എന്ന് ചോദിച്ചു. ആള് വീണ്ടും കുന്തം വിഴുങ്ങിയ കാക്കാനെ പോലെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിന്നു. ബുറാക്ക് പോയ വഴി അതിങ്ങനെ നോക്കിയിട്ട്. ഇതാണ് അവസ്ഥ. അപ്പോ കോഎക്സിസ്റ്റൻസ് എന്ന് പറയുന്ന സംഗതി അതവിടെ ഉറപ്പാക്കുകയാണ്. പട്ടാളത്തിന്റെ കീഴിലും പോലീസിനെ വെച്ചിട്ടും അവിടെ ഉറപ്പാക്കുന്നു. ആ വരുന്ന വഴിക്ക് ഞാൻ വേറെ ഒരു ഫോട്ടോ ഉണ്ട്. അവിടെ പോലീസുകാരുടെ കൂടെ നിന്ന് നമ്മൾ അനുവാദം ചോദിച്ചെടുത്ത ഒരു ഫോട്ടോ ഉണ്ട്. അത് ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള, അത് മറ്റൊരു മതവിഭാഗമാണ് അവിടെയുള്ള. അതിൽപ്പെട്ട ആളുകളാണ് ഈ ഇസ്രായേലിന്റെ സൈഡിൽ നിന്നുള്ള പോലീസുകാരായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ കാര്യം അവര് നോക്കുന്നത്. അപ്പോ അവരാണ് ഇതിന്റെ സുരക്ഷിതമായ ഒരു മേഖലയാക്കി അതിനകത്ത് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ സുരക്ഷ ഉണ്ട് എന്നുള്ള ഉറപ്പിലാണ് ഈ ജെറൂസലം കാക്കാൻ ഇതിനകത്ത് ക്രിസ്ത്യാനികളുടെ കുരിശും അവരുടെ ബൈബിളും ജൂതന്മാരുടെ കിതാബുകളും ജൂതന്മാരുടെ സാമാനങ്ങളും കാക്കാമാരുടെ സാമാനങ്ങളും കഫിയ അടക്കം നമ്മളുടെ കള്ളിക്കോണകം ഇതടക്കം അവിടെ വിൽക്കുന്നത് ഈ ജൂത പോലീസ് അവിടെ ഉണ്ട്. അവർ കൺട്രോൾ ചെയ്യുന്നു. അവരുടെ സുരക്ഷിതത്വം, അവർ കൊടുക്കുന്ന ഒരു സുരക്ഷിത ബോധം അവിടെ ഉണ്ട് എന്നുള്ള ഒരൊറ്റ ഉറപ്പിന്റെ മുകളിലാണ്. കാരണം ഈ ജെറൂസലം അവിടെ കൺട്രോൾ ചെയ്തിരുന്നത് നമ്മളെ പലസ്തീനിയൻ അതോറിറ്റി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്നും നടക്കില്ല എന്നതാണ് അവിടുത്തെ വ്യത്യാസം. ഇത് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത ആള് അതിനകത്ത് കയറിയിട്ട് നമ്മളോട് പറയുന്നത് ഇസ്രായേലിനെ എല്ലാം കൺട്രോൾ ചെയ്യണം എന്നാ പറയണത്. ചോദ്യങ്ങൾ രണ്ടെണ്ണം തിരിച്ചങ്ങോട്ട് വന്നപ്പോ ആള് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുകയും ചെയ്തു. ഇതാണ് അവിടുത്തെ സ്ഥിതി. അപ്പോ ഇതൊരു ശരാശരി മുസ്ലിമിന്റെ അവസ്ഥയാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇത് തന്നെയാണ്. ഇവിടെ വന്നാലും ഇത് തന്നെയാണ്. ഇതാണ് ഈ പറഞ്ഞു വെച്ചത്. അതായത് നമ്മളുടെ നാട്ടിലുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ബന്ധവുമില്ല. വേറെ ഏതോ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ ഇത് കേട്ടുകഥയായിട്ടും പിന്നെ നമ്മുടെ മുക്കാൽ മീഡിയ വായിച്ചിട്ടുള്ള അറിവിൽ ഉള്ള ഒരു ഒരു കൺക്ലൂഷൻ ആണ് അവര് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ, ഇതിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ഇവർക്ക് പോലും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല എന്ന് വരുമ്പോ പിന്നെ ഇതെങ്ങനെ ബാക്കിയുള്ള ആളുകൾക്ക് അറിയാന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോയത്. ഇതാണ് ഇതിന്റെ ഒരു കുഴപ്പം. ഇനി ഇത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് ഈ സാധനത്തിന് നമ്മളുടെ ഈ ഗോൾഡൻ ആ ഡോം നിങ്ങൾ കണ്ടു കാണും. അൽ-അക്സ പള്ളിയും ആ സാധനമൊക്കെ. അപ്പൊ അവിടെ കാണുമ്പോ അത് ആ ഏരിയ മൊത്തം വിളിക്കുന്നത് നമ്മളുടെ ടെമ്പിൾ മൗണ്ട് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അപ്പൊ ഇത് ടെമ്പിൾ മൗണ്ട് അല്ലേ എന്ന് എന്റെ കൂടെയുള്ള ആള് ചോദിച്ചു. അപ്പൊ ഉടനെ ആള് അങ്ങനെയല്ല, അത് ജൂതന്മാരുടെ കഥയിലുള്ളതാണ്. നമ്മൾ ഇതിനെ ഡോം ഓഫ് ദ റോക്ക് എന്നേ വിളിക്കാൻ പാടുള്ളൂ. ഇതിന് അൽ-അക്സ പള്ളി എന്നേ വിളിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ അവര് ഇട്ട കള്ളക്കഥയാണെന്ന് പറഞ്ഞു. ഇതാണ് രീതി. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കഥകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കണക്ട് ആവുന്ന, അതായത് ഒന്നാമത് ഇതെല്ലാം കഥയാണ് കേട്ടോ, അത് വേറൊരു കഥ. എന്നാൽ ഈ കഥ പറയുമ്പോൾ അതിനകത്തൊരു കണക്ഷൻ വേണ്ടേ? ഈ കണക്ഷൻ നമ്മൾ എടുക്കുന്ന സമയത്താണ് ഇത് ഇത് കോറിലേറ്റ് ചെയ്ത് വരിക ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും കഥകൾ തമ്മിലാണ്. ഇത് കാക്കാമാരുടെ കഥ ഇതിനകത്ത് നമ്മൾ ഈ മറ്റേ ഏതൊരു സീനുണ്ടല്ലോ, ഇപ്പുറത്ത് രണ്ടുപേര് ഇരിക്കുമ്പോൾ നടുക്ക് ഇങ്ങനെ ജഗതി ഇരുന്നിട്ട് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റൈൽ, ഇതാണ് നമുക്ക് ഫീൽ ചെയ്യുക അവിടെ പോയിട്ട് ഇത് കാണുമ്പോൾ. ഈ കഥ ചേരില്ല എന്നുള്ളതാണ് അവിടെ ആ ഒരു 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 ഇറഗുലർ പീസ് ആയിട്ട് അത് അവിടെ മാറുന്നു എന്നുള്ളതാണ് അതിന്റെ തമാശ. പോട്ടെ, ഇനി പേരിനെങ്കിലും നമ്മൾ സമ്മതിച്ചു. അപ്പൊ ഇവര് ഡിനൈ ചെയ്യാണ് ഇതിന് മുന്നേ ഉള്ള കഥകൾ. ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഇവര് ആലോചിക്കേണ്ടത് ഈ ടെമ്പിൾ മൗണ്ടിന്റെ ഈ വാള്, ഇതിന്റെ ഒരു വീലിംഗ് വാൾ അല്ലെങ്കിൽ വെസ്റ്റേൺ വാൾ എന്ന് പറയുന്ന ഒരു വാള്, അതിന്റെ ഒരു ഭാഗമാണ് അപ്പുറത്ത് ജൂതന്മാര് ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അവർക്ക് ഇതിനകത്തേക്ക് കടക്കാൻ കഴിയില്ല. ഇനി ഈ വെസ്റ്റേൺ വാള് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് പുറത്ത് മുകളിൽ കാണുന്നത് മാത്രമാണ്. അല്ല,
അവരിപ്പോ ടണല് പണിതിട്ട് അതിന്റെ അടിയിലേക്ക് ഈ വാള് താഴേക്കും പോകുന്നുണ്ട്. ഈ താഴേക്ക് പോകുന്ന ഭാഗത്തേക്ക് അതും കൂടി അവരവിടെ തുരന്നെടുത്തിട്ട് അവിടെയും പോയി ജൂതന്മാർക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല ആ സ്ഥലത്തേക്ക് നമുക്കും പോകാം എന്നുള്ളതാണ്. അവിടെ "നീ ജൂതനാണോ? മുണ്ട് പൊക്കി കാണിക്ക്" എന്ന് പറഞ്ഞിട്ട് പണ്ട് മുഹമ്മദ് നബി ചെയ്ത പണിയൊന്നും ഇന്ന് ആരും ചെയ്യുന്നില്ല എന്ന് ഒന്ന് കാക്കാമാർ അറിയണത് നല്ലതാണ്. ഇനി ഇവിടെ നമ്മളിതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറയും പണ്ടേ ഉണ്ടായിരുന്നത് ജൂതനാണ് എന്ന് ഞാൻ പറയുമ്പോ ഉടനെ വരും കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഉണ്ണാക്കൻസ് പൊങ്ങി വന്നു. അപ്പൊ ഇനി ഉണ്ണാക്കൻസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. അതായത് നിങ്ങൾ പറഞ്ഞു പണ്ടേ ഉണ്ടായിരുന്ന ജൂതനാണ്. ഇവിടെ ഈ ബുറാക്കിനെ കെട്ടിയിട്ടിട്ട് പറന്നുപോയി എന്ന് പറയുന്ന സാധനം ഇത് ജൂത കഥയിലില്ല. ഓക്കെ. ഒന്നാമത്തെ കാര്യം. ഇത് ക്രിസ്ത്യാനികളുടെ കഥയിലുമില്ല. എന്നാൽ ഇത് ഉള്ളത് എവിടെയാണ്? ഇതുള്ളത് ഇത് സൊറാസ്ട്രിയൻസിന്റെ കഥയിലാണുള്ളത്. അതിനു മുന്നേയുള്ള കഥയിലാണുള്ളത്. അപ്പോ നമ്മള് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഇസ്ലാമിലുള്ള സാധനങ്ങൾ മുഴുവൻ കോപ്പിയടിയാണ്. ആ കോപ്പി അടിച്ചത് മുഴുവൻ ജൂതന്മാരുടെ കോപ്പി അടിച്ചു എന്നല്ല നമ്മള് പറയുന്നത്. ഇസ്ലാമിലുള്ളത് എല്ലാം കോപ്പിയടിയാണ്. മിക്കതും സാധനങ്ങൾ കോപ്പിയടിയാണ്. കുറെ എണ്ണം ജൂതന്മാരുടെ കോപ്പി അടിച്ചു. കുറെ എണ്ണം സൊറാസ്ട്രിയൻസിന്റെ കോപ്പി അടിച്ചു. കുറെ എണ്ണം പാഗൻസിന്റെ കോപ്പി അടിച്ചു. അങ്ങനെ കോപ്പി അടിച്ച സാധനങ്ങളിൽ ജൂതന്മാരുടെ കയ്യിൽ നിന്നും കോപ്പി അടിച്ച സാധനങ്ങൾ എന്തൊക്കെ? സൊറാസ്ട്രിയൻസിന്റെ കയ്യിൽ നിന്നും കോപ്പി അടിച്ചത് എന്തൊക്കെ? പാഗൻസിന്റെ കയ്യിൽ നിന്നും കോപ്പി അടിച്ചത് എന്തൊക്കെ? ഇതാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. അത് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ. പക്ഷെ നിങ്ങളിപ്പോ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനി അതൊന്ന് വരും. ഒരു വരവ് കൂടി വരേണ്ടി വരും എന്റെ പൊന്നുണ്ണാക്കൻസേ എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ആർക്കിയോളജിക്കൽ എവിഡൻസ്. അത് വെച്ചിട്ട് ഇവിടെ പണ്ടേ ഉണ്ടായിരുന്നത് ജൂതനാണ്. ഓക്കെ. ജൂതന്മാരാണ്. ജൂതമതമാണെന്നല്ല ഈ പറഞ്ഞത്. പണ്ടേ ഉണ്ടായിരുന്നത് ജൂതന്മാരാണ്. ക്ലിയർ? ഇനി തെറ്റിക്കരുത്. അപ്പൊ നിങ്ങൾ ഈ മദ്രസയിൽ ഇരുന്നിട്ട് ഈ മറ്റേ വെളിച്ചെണ്ണ കുപ്പിയിൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുന്ന മാതിരി പഠിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ് നമ്മുടെ ഉണ്ണാക്കൻസിന് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. പണ്ടേ ഉണ്ടായിരുന്നത് ഇസ്രായേലിൽ പണ്ടേ ഉണ്ടായിരുന്നത് ജൂതന്മാരാണ്. പണ്ടേ ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. ഈ പാലസ്തീൻ എന്നുള്ള പേരിട്ട് കൊടുത്തത് അത് റോമൻസ് ആണ്. പ എന്ന വാക്ക് പോലും അറബിയിലില്ല. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ കാര്യങ്ങളൊന്ന് വൃത്തിയാവും. പിന്നെ നിങ്ങളിപ്പോ ഏതായാലും ജൂതമതത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞപ്പോ അത് പൊക്കിക്കൊണ്ട് വന്നതുകൊണ്ട് കള്ളി വരച്ചിട്ട് ഏതൊക്കെ മതത്തിൽ നിന്ന് ഏതൊക്കെയാണ് ഇസ്ലാം കോപ്പി അടിച്ചതെന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ അങ്ങ് പബ്ലിഷ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് സമാധാനം ആവുന്നുള്ളതാണ്. ഇനി ചെറിയൊരു ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. ഹജ്ജ് അങ്ങനെ ഒരു സാധനം ഈ പറയുന്ന ജൂതന്മാർക്കോ ക്രിസ്ത്യാനികൾക്കോ ഇല്ല. അതെവിടുന്നാ കോപ്പി അടിച്ചത്? അത് കോപ്പി അടിച്ചത് പാഗൻസിന്റെ കയ്യിൽ നിന്നാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ബഹുദൈവ ആരാധകരുടെ കയ്യിൽ നിന്ന് കോപ്പി അടിച്ച സാധനമാണ് ഈ ഹജ്ജ്. അപ്പൊ അതെങ്കിലും ഒന്ന് കോപ്പി അടിക്കാതെ ഇരുന്നൂടെ എന്റെ പൊന്ന് കാക്കാമാരെ? ഇതാണ് ഞാൻ ചോദിച്ചത്. ഇനി സൊറാസ്ട്രിയൻസിന്റെ കയ്യിൽ നിന്ന് കോപ്പി അടിച്ചത് അതെന്താണ്? അത് നിസ്കാരമാണ്. ഈ 5 നേരം നിസ്കരിക്കുക എന്ന് പറയാം. അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോ ഈ കാട്ടിക്കൂട്ടുന്ന കുമ്പിടലും എണീക്കലും നിക്കലും പരിപാടിയൊക്കെ ഇത് എവിടുന്നാ കിട്ടിയത്? ഇത് സൊറാസ്ട്രിയൻസിന്റെ കയ്യിലാണുള്ളത്. അതേമാതിരി അവര് ചെയ്യുന്നു. ഇതാണ് അതിലെ കാര്യം. മാത്രമല്ല ഈ നിസ്കാരത്തിന്റെ സമയം പോലും അത് ജൂതന്മാരുടെ കയ്യിന്നുമല്ല. അത് സൊറാസ്ട്രിയൻസിന്റെ കയ്യിൽ നിന്നാണുള്ളത്. അപ്പൊ ഇതെങ്കിലും ഒന്ന് കോപ്പി അടിക്കാതെ ഇരുന്നൂടെ എന്റെ പൊന്നു കാക്കമാരെ? ഇതാണ് നമ്മൾ ചോദിച്ചത്. ഇനി ഒളു എടുക്കുന്ന കാര്യം, സുന വെട്ടുന്ന കാര്യം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങള് അത് ജൂതന്മാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഇല്ലാന്ന് ആരാ പറഞ്ഞത്? അതെങ്കിലും ഒന്ന് കോപ്പി അടിക്കാതെ ഇരുന്നൂടെ എന്റെ പൊന്നു കാക്കമാരെ? ഇതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അങ്ങനെ നിങ്ങള് ഈ ബഹുദൈവ ആരാധകരുടെ കയ്യിൽ നിന്നും സൊറാസ്ട്രിയൻസിന്റെ കയ്യിൽ നിന്നും പിന്നെ ജൂതന്മാരുടെ കയ്യിൽ നിന്നും ഒക്കെ കോപ്പി അടിച്ച് നിങ്ങൾക്ക് പറ്റണ പോലെയൊക്കെ സാധനം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇസ്ലാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഏതായാലും ഞാൻ ഇത്രയും നാളും ഈ ഒരു ആംഗിളിൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. മീൻസ് അതായിരുന്നില്ല നമ്മുടെ പോയിന്റ്. പക്ഷെ നിങ്ങളിപ്പോ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഒരു കണ്ടന്റിനും കൂടിയുള്ള വഴിയായി. അത് ഞാൻ ചെയ്തു തരാം. അത് വെച്ചിട്ട് ഞാൻ ബിരിയാണി തിന്നും എന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഏതായാലും അത് ഓർമ്മിപ്പിച്ച് തന്നതിന് വലിയ നന്ദിയുണ്ട്. പിന്നെ നമ്മളുടെ ഈ ആർക്കിയോളജിക്കൽ എവിഡൻസ് അത് നിങ്ങൾ പഠിക്കുക. പിന്നെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ടൂർ പോവാൻ അല്ലെങ്കിൽ ഇതുപോലെ യാത്ര ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിളിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാ സ്ഥലത്തും പോയാൽ നിങ്ങൾക്ക് കാണാനുള്ള പല പല സാധനങ്ങൾ ഉള്ളതുപോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു സുഹൃത്ത് പറഞ്ഞു തായ്ലൻഡിൽ പോയതാണ് പുള്ളി. അപ്പൊ തായ്ലൻഡിൽ പോവുക എന്നപ്പോ ഞാൻ പറഞ്ഞപ്പോ നിങ്ങളെ മനസ്സിലേക്ക് എന്താണോ വന്നത്? എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരുമാതിരിയൊക്കെ ആളുകളുടെ മനസ്സിലേക്ക് അതാണ് വരുന്നത്. പക്ഷെ അതല്ല. അവിടെ അതിനും അപ്പുറത്തേക്ക് ഇന്ത്യ നമ്മളുടെ 2ാം ലോക മഹായുദ്ധ കാലത്ത് ഉണ്ടായിട്ടുള്ള വിഷയങ്ങളുമായി കണക്ട് ചെയ്തിട്ടുള്ള ചില എന്താ പറയാ വാർ മെമ്മോറിയൽസ് വരെയുള്ള സ്ഥലമാണ് ഈ തായ്ലൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം അവിടെ പോയിട്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ പറയുന്നു ഇതുവരെ ആരും അതിനെക്കുറിച്ച് മിണ്ടിയിട്ട് പോലുമില്ല. പറയണത് ഞാൻ കേട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. ഇദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ നമുക്കൊരാഗ്രഹം ഓക്കെ തായ്ലൻഡിൽ പോകുമ്പോൾ അതൊന്ന് കണ്ടു കളയണം
എന്നൊരാഗ്രഹം. അത് നമ്മളുടെ ഈ ആഹ്, നമ്മളുടെ ജാപ്പനീസും അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സാധനമാണ്. പെട്ടെന്ന് ഓർക്കുന്നില്ല. എന്തായാലും കുറച്ച് നാൾ മുന്നെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു വാർ മെമ്മോറിയൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ തായ്ലൻഡിലുണ്ട്. അപ്പോ ഓരോ സ്ഥലം കാണാൻ പോകുമ്പോഴും ഈ പോകുന്ന ആൾക്കൊരു ഒരു മോട്ടീവ് ഉണ്ടാവും. അവിടെ പോയിട്ട് എന്താണ് കാണാനുള്ളത്? അല്ലെങ്കിൽ എന്താണ് നമ്മൾ തപ്പുന്നതെന്നുള്ളത്. ഇപ്പൊ നമ്മള് 10, 15 പേര് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ, ഇതിനകത്ത് ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള ഇൻട്രസ്റ്റുകളാണ്. ഇപ്പൊ എന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആന്റി സെമിറ്റിസം, ഈ ഹോളോകോസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന 2 സംഗതികളാണ് നമ്മളുടെ വലിയ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങള്, ആർക്കിയോളജിക്കൽ എവിഡൻസ് അതല്ലെങ്കില് നമ്മളുടെ യാദ് വഷ എന്ന് പറയുന്ന ഹോളോകോസ്റ്റ് മ്യൂസിയം, പിന്നെ അതുകൂടാതെ ഇപ്പോ ഒക്ടോബർ 7 നടന്നിട്ടുള്ള വിഷയമായി ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ വിക്ടിംസ്, അതിന്റെ ഹോസ്റ്റേജസ്, അവരെ രക്ഷപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന ആളുകള്, മലയാളികളായിട്ടുള്ള ആളുകള്, പിന്നെ ഇവിടെ ജീവിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് കാണുന്നത്, അങ്ങനെ പല പല ആംഗിളിലുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പൊ ഇതുപോലെ ഒരു ആംഗിളിലും ഇവിടെ കുറെ കാര്യങ്ങൾ കാണാനുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടുത്തെ ബീച്ചസ് അല്ലെങ്കിൽ ഇവിടുത്തെ നൈറ്റ് ലൈഫ് അതല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റി ലൈഫ് ഇതൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിന് പറ്റിയ ഒരു വേറെ തന്നെ ഒരു വഴി ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള രീതി. ഇപ്പൊ ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു സാധനം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, ഇതൊരു നമുക്കൊരാൾ ഗിഫ്റ്റ് തന്നാണ്. ഇത് ഞാൻ കുറച്ചെണ്ണം വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സംഗതി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. ഇത് ഈ സംഗതി അയൺ ഡോം, നമ്മളുടെ കാക്കമാര് ഗാസയിൽ തൊടുത്തു വിടുന്ന ഈ റോക്കറ്റ്സ്, ആ റോക്കറ്റ്സ് അതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തൊടുത്തു വിടുന്ന അയൺ ഡോമിന്റെ ഭാഗം, ആ സംഗതിയുടെ അതിന്റെ ബാക്കി വരുന്ന ഡെബ്രി അതിൽ നിന്ന് എടുത്തിട്ടുണ്ടാക്കുന്ന റോക്കറ്റ്സ് ടു റോസസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്, അതിന്റെ ഭാഗമായിട്ട് അവർ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ലോക്കറ്റാണ് ഈ സംഗതി. ഇത് സിൽവർ കളറിലുള്ളത് അയൺ ഡോമിന്റെ ഭാഗവും, ഇതേപോലെ ഗോൾഡൻ കളറിൽ വരുന്നുണ്ട്. അത് അടുത്ത ദിവസം ഞാൻ കാണിച്ചു തരാം. ഈ ഗോൾഡൻ കളറിൽ വരുന്നത് ഹമാസ് ഇങ്ങോട്ട് വിടുന്ന റോക്കറ്റിന്റെ ഭാഗമാണ്. അങ്ങനെ 2 കളറിലാണ് അത് അവര് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം. എല്ലാരും പറയുന്നു സിവിലിയൻസ് കൊന്നു, സിവിലിയൻസ് മരിച്ചു എന്നാണ് പറയുന്നത്. ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. അതായത് എന്തുകൊണ്ടാണ് ഇസ്രായേലില് സിവിലിയൻസ് മരിക്കാത്തത്? ഇസ്രായേലിൽ സിവിലിയൻസ് മരിക്കാത്തതിന്റെ കാരണം, ഇവിടെ സിവിലിയൻസിന്റെ ലൈഫിന് ഒരു വിലയുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പണി ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ കാര്യം. ഞാനിപ്പോ ഈ താമസിക്കുന്ന വീട്ടിൽ ഒരു ബോംബ് ഷെൽട്ടർ ഉണ്ട്. ഞാൻ അതൊരു സെപ്പറേറ്റ് ഒരു എന്താ പറയാ, ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ബോംബ് ഷെൽട്ടർ ഇരിക്കുന്നത് എന്നുള്ളത്. അതിന്റെ വേറെ ഒന്നുമല്ല, ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ വീടാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു മുറി അത് ഇതുപോലെ റീഇൻഫോഴ്സ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ വാൾസ്, അതുപോലെ അതിന്റെ റൂഫ്, പിന്നെ അതിന്റെ വിൻഡോസ്, ഇതെല്ലാം. അങ്ങനെയാണ് ആ ഒരു ബോംബ് ഷെൽട്ടർ അവർ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് അടുത്ത ദിവസം നമുക്ക് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ, ഒരു ബോംബ് ഷെൽട്ടർ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അധികാരം കണ്ടിട്ടുണ്ടാവില്ല, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് വേറെ ചെയ്യാം. ഈ വീട്ടിലുണ്ട്. അപ്പൊ നാളെ ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഓരോ വീട്ടിലും അത് നിർബന്ധമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി. നമ്മളുടെ ഒരു പഴയ അഡ്മിൻ ഒക്കെ ആയിരുന്നു. അവര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വീട്ടിൽ പോയപ്പോ അത് പഴയ വീടാണ്. അപ്പൊ ആ പഴയ വീട്ടില് ഈ പറയുന്ന ബോംബ് ഷെൽട്ടർ ഇല്ല. അപ്പോ അവിടെ താമസിക്കുന്നത് പ്രായമായ ഒരു അമ്മച്ചിയാ. ആ അമ്മച്ചിക്ക് ഉള്ള കെയർ കൊടുക്കുന്ന ജോലിയാണ് ഇവര് ചെയ്യുന്നത്. അപ്പോ ഈ റോക്കറ്റും ഈ സൈറൺ മുഴങ്ങലും ഇതൊക്കെ വരുന്ന സമയത്ത് ഇവരെന്താ ചെയ്യാ? അതായത് ഇവര് മറ്റൊരു ബോംബ് ഷെൽട്ടർ തേടി പോണം. കാരണം ആ വീട്ടിലില്ല. അപ്പോ മറ്റൊരു സ്ഥലത്ത് പോയി വേണം അത് വിളിക്കാൻ. ഒന്നുകിൽ അത് ചെയ്യുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയാണോ ഇതുപോലെ സാധിക്കുന്ന മറ്റേതെങ്കിലും കോൺക്രീറ്റ് അതുപോലെയൊക്കെയുള്ള സംഗതിയുടെ അടിയിൽ പോയൊക്കെ നിന്നിട്ട്. അപ്പൊ ഇത് വാർണിംഗ് കിട്ടിയിട്ടാണ് ഈ ഓടുന്നത്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഈ തരത്തിൽ വാർണിംഗ് കൊടുക്കാനുള്ള സംവിധാനവും, ചില ആളുകൾക്ക് 5 സെക്കൻഡ്, 7 സെക്കൻഡ്, 10 സെക്കൻഡ് അങ്ങനെയൊക്കെയാണ് ഓരോ ആളുകൾക്ക് സമയം കിട്ടുന്നത്. കാരണം ഇത് എവിടുന്നാ വരുന്നത്, ഏത് ലൊക്കേഷനിലേക്കാ വീഴുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് ഈ സമയം. എന്നിട്ട് അവർ ഓടുന്നു, ഒളിക്കുന്നു. ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ പോയി സുരക്ഷ നേടുന്നു. എന്നാൽ ഇവര് പറഞ്ഞപ്പോ എനിക്ക് ടച്ചിങ് ആയി തോന്നിയ ഒരു കാര്യം, ഈ അമ്മച്ചി പ്രായമായിട്ടുള്ള ഒരു അമ്മച്ചിയാണ്. 10, 80 വയസ്സിന് മേലെ ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. അവർക്ക് ഓടാൻ കഴിയില്ലല്ലോ. അവര് പറയുന്നത് ഞാൻ എങ്ങോട്ടും ഇല്ല, നിങ്ങൾ പോയി വിളിക്ക് എന്ന് പറയുന്ന ഒരു രീതി. അത് കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം അവർക്ക് എഴുന്നേറ്റ് ഓടാൻ കഴിയില്ല. നിങ്ങൾ പോയി രക്ഷപ്പെടുക എന്നാണ് ഈ പറയുന്നത്. അപ്പോ സ്വന്തം ജനത, ഈ പറയുന്ന സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളുടെ ജീവന് വില കൊടുക്കുമ്പോ
അവര് ചെയ്തു വെക്കുന്ന കാര്യങ്ങളാണിത് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഒറ്റ കാര്യമുള്ളൂ. ഈ ഹമാസ് അവിടുന്ന് ഇങ്ങോട്ട് തൊടുത്തു വിടുന്ന ഈ കണ്ണും മൂക്കും ഇല്ലാതെ തൊടുത്തു വിടുന്ന ഈ റോക്കറ്റ്സ് പോലെ തിരിച്ചങ്ങോട്ട് ഇവിടുന്ന് ഇസ്രായേൽ വിട്ടാൽ എന്തായിരിക്കും കഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നത്. 2 ഇവിടെ അയൺ ഡോം ഇല്ലായിരുന്നുന്നുണ്ടെങ്കിൽ ഈ ഹമാസ് ഇങ്ങോട്ട് തൊടുത്തു വിടുന്ന റോക്കറ്റ് ഇവിടെ വീണ് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവുക എന്നും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോ ഇവിടെ എന്തുകൊണ്ട് ആളുകൾ മരിക്കുന്നില്ല? ഒരു വശത്ത് മാത്രം ആളുകൾ മരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ആളുകൾ മരിക്കാൻ ഇവര് സമ്മതിക്കാത്തോണ്ടാണെന്നേ. അതാ ഈ പറയുന്നത്. കാരണം ഇവര് ജീവന് വില കൊടുക്കുന്ന ആളുകള്. ഇവര് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് മരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ മരിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളല്ല. മറ്റവിടത്ത് അതല്ല. മറ്റവിടത്ത് ഞാൻ പറഞ്ഞു എന്താണ് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിലടക്കം ഹ ശബ്ദം പഠിപ്പിക്കാൻ വേണ്ടി ജിഹാദ്, ഷഹീദ് ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടു സ്കിറ്റായിട്ടും ഇതായിട്ടും വെടിവെക്കുന്നതും കഴുത്ത് അറുക്കുന്നതൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ ഉറപ്പ് പറയാണ്. 100% ഉറപ്പ് പറയുന്ന കാര്യം. ഇവിടെ വന്നിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോ ഒരു ആള് പോലും റിവെഞ്ചിനെ കുറിച്ച് അല്ലെങ്കിൽ പകരം വീട്ടുക, അവർക്ക് നമ്മൾ പണി കൊടുക്കണം എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഞാൻ ഈ ഹോസ്റ്റേജ് സ്ക്വയറിൽ പോയി സംസാരിച്ച് അവിടെയുള്ള ആളോട് നേരിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞ കാര്യമാണ്. അതായത് അവരിപ്പോഴും അവിടെ ഹോസ്റ്റേജ് സ്ക്വയറിൽ അവരുടെ ഇടയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ആളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള സമരപന്തലിൽ ഇരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചിട്ട് ഇരിക്കുന്ന ഈ സ്ക്വയറിൽ പോയിട്ട് നമ്മൾ ചോദിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ ബന്ദികളെ തട്ടിക്കൊണ്ടുപോയ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്നാണ് അവര് പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ എന്തിനാ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നുമുള്ള നമുക്കറിയുന്ന ഒരു ഫാമിലി. അതായത് ഒരാളുടെ ഭാര്യ ഗാസയിന്നും ഭർത്താവ് വെസ്റ്റ് ബാങ്കിലുള്ള ആളാണ്. അവര് പക്ഷെ ഇന്ന് ജീവിക്കുന്നത് ഇസ്രായേലിലാണ്. അവരെ ഞാൻ മീറ്റ് ചെയ്യണ്ടായി. അവരുടെ ഫോട്ടോ നമുക്കിവിടെ കാണിക്കാൻ കഴിയില്ല. അവരുടെ ഇന്റർവ്യൂ ഒന്നും നമുക്കിവിടെ ചെയ്യാൻ കഴിയില്ല. കാരണം അവരുടെ അത്രയ്ക്ക് സ്വാതന്ത്ര്യമാണ് അവരുടെ നാട്ടില്. കാരണം അവരങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്കെതിരെ പറഞ്ഞു എന്ന് വന്നാൽ അവരുടെ കുടുംബം ബാക്കിയുള്ള ആളുകളുടെ ജീവൻ അപകടത്തിലാകും എന്നുള്ളത് കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. ഇത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അന്ന് ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഞാൻ അവരെ കണ്ടു. അവരിവിടെ ജീവിക്കുകയാണ്. ഇസ്രായേലി പൗരന്മാരായിട്ട് ജീവിക്കുന്ന ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും വന്ന് ഇസ്രായേലിൽ ജീവിക്കുന്ന ആളുകൾ. പണ്ട് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമാകുന്ന സമയത്ത് ഇവിടെ അവര് നിലനിന്ന് ഇവരങ്ങോട്ട് പോകാതെ ഇസ്രായേലിനോടൊപ്പം നിന്ന് ഇന്നിപ്പോ ഇവിടുത്തെ പൗരന്മാരായിട്ട് മാറി ഇവിടുത്തെ എല്ലാ ആനുകൂല്യങ്ങളും ഇവിടുത്തെ പൗരന്മാരാണെന്ന് മാത്രമല്ല അവരുടെ മക്കള് ജോലിയെടുക്കുന്നു, പഠിക്കുന്നു. ഒരു കുട്ടിയൊക്കെ പഠിക്കുന്നത് ഇവിടുത്തെ ഹൈഫ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ചില ആളുകള് ടെലവീവില് ജോലി ചെയ്യുന്നു. പിന്നെ ചില ആളുകള് 5, 8 കുട്ടികളുണ്ട്. അവര് പുറത്താണ് ചില ആളുകൾ പഠിക്കുന്നത്. അങ്ങനെ വലിയൊരു ഫാമിലി. അപ്പൊ അവര് പറയുന്നതെന്താ? അവരോട് ഞാൻ ചോദിച്ചു, "നിങ്ങൾക്ക് ഈ ഒക്ടോബർ 7നെ കുറിച്ച് എന്താ പറയാനുള്ളത്?" അവര് ആ ചോദ്യം ചോദിക്കുമ്പോ തന്നെ അവരുടെ കണ്ണ് നിറയാണ്. അവർക്ക് അതിനെക്കുറിച്ച് പറയാൻ പോലും കഴിയുന്നില്ല. അവര് പറയുന്നത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നെന്നാ പറയുന്നത്. അതായത് ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും വന്ന് ഇവിടെ പൗരന്മാരായിട്ട് ജീവിക്കുന്ന പണ്ട് കാലത്ത് ഇവിടേക്ക് വന്നതിന്റെ പേരിൽ ഇവിടെ ഇന്ന് പൗരന്മാരായിട്ട് ജീവിക്കുന്ന ആ കുടുംബം, അതിലെ ആ ഉമ്മച്ചി പറയാണ്, ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ കാക്കമാരെന്താ പറയുന്നത്? അവര് പറയുന്നത് അത് സ്വാതന്ത്ര്യ സമര പോരാട്ടമായിരുന്നു. അങ്ങനെ പറയുന്ന ആളുകളെ നാൽക്കാലിൽ കെട്ടിയിട്ട് പൂശണം എന്നാ ഞാൻ പറയാ. ഒരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാതെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവന് ഒരു പുല്ല് വില പോലും കൊടുക്കാത്ത ആളുകൾക്കേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഇത് സ്വാതന്ത്ര്യ സമര പോരാട്ടമല്ല. ഇത് മനുഷ്യക്കുരുതി നടത്തിക്കൊണ്ട് സിൻവറിന്റെ വാക്കുകള് കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ നെസസറി സാക്രിഫൈസ് എന്ന വാക്ക് തന്നെയാണ് സിൻവർ ഉപയോഗിച്ചത്. കൂടുതൽ ജനത കൊല്ലപ്പെടണം, കുട്ടികൾ മരിക്കണം, സ്ത്രീകൾ കൊല്ലപ്പെടണം, പ്രായമായ ആളുകൾ ഇതുപോലെ നരകിക്കണം. അത് കാണിച്ച് നമുക്ക് ഇസ്രായേലിനെ ഇവിടെ കോർണർ ചെയ്യണം എന്നാണ് സിൻവർ പറഞ്ഞത്. ഇതുപോലും തിരിച്ചറിയാത്ത, ഇത് ഇവിടെ പറയാൻ ആളില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട്, ഇത് ആർക്കും അറിയാത്തൊരു കാര്യമായി പോയതുകൊണ്ട് ഈ രീതിയിൽ പറയാണ്. ഈ ഉമ്മച്ചി പറയാണ് അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ചോദിച്ചു ഇതുകൊണ്ട് ബുദ്ധിമുട്ടായില്ലേ? നിങ്ങൾക്കെന്താ ബുദ്ധിമുട്ട് എന്ന് ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, "ഞങ്ങൾക്ക് മാത്രമായിട്ട് എന്താ ബുദ്ധിമുട്ട്? എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ?" എന്നാണ് അവര് ചോദിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കൂ. അവര് മുസ്ലിങ്ങളാണ്. അവര് ഗാസക്കാരാണ്, വെസ്റ്റ് ബാങ്കുകാരാണ്. അവര് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അവര് ഇവിടെ ജീവിക്കുകയും ഇവിടുത്തെ ആ ഒരു ആ ജീവിത സുഖം അവരനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരാണ് പറയുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നുള്ളത്. നമ്മളുടെ നാട്ടിലുള്ള എത്ര ആളുകൾക്ക് ഇടതന്മാരായിക്കോട്ടെ, ആർക്കാണ് ഇതുപോലെ ഈ ഒരു കാര്യം അങ്ങനെ കാണാൻ കഴിയുക? ഇവിടെയാണ് നമ്മൾ പറയുന്നത്. നിങ്ങള് കാണണം, ഇറങ്ങണം. ഇവരെ
എങ്ങനെയാ കോൺടാക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനിപ്പോഴും ആലോചിക്കുന്നത്. ഇതൊക്കെ എന്താ പറയാ, ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈ നിമിത്തം എന്നൊക്കെ പറയുന്ന സാധനത്തിൽ നമ്മള് ചിലപ്പോ ഇങ്ങനെ പെട്ടുപോവുക. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കുള്ള സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവുന്ന ക്ലാരിറ്റി അത് എവിടുന്നാ ഉണ്ടാവുന്നത്? അതുണ്ടാവുന്നത് നെറ്റ്വർക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതല്ലാതെ വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. എനിക്ക് ഈ ഫാമിലീനെ 2009, 10 കാലം മുതൽ എനിക്ക് അറിയുന്ന ഫാമിലിയാണ്. ആഹ് അവര് പച്ചയ്ക്ക് പറഞ്ഞ അവരെന്റെ അടുത്ത് ഹോമിയോ മരുന്ന് വരെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഫാമിലിയാണ്. പക്ഷെ അവര് നമ്മളുടെ എല്ലാ എവല്യൂഷൻ കാണുകയാണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ ഭാര്യ വരുന്നു, അത് പിരിഞ്ഞു പോകുന്നു, അതവർക്കറിയാം. അങ്ങനെ ഓരോ ഘട്ടവും അവർക്കറിയാം. അപ്പൊ അവര് ചോദിക്കും, ഒക്കെ പടച്ചോൻ ശരിയാക്കും, ഇൻഷാ അള്ളാഹ് ഒക്കെ പടച്ചോൻ എന്തേലും കണ്ട് ഇങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മ. ഇതായിരുന്നു അവരൊരു കാലത്ത്. പിന്നീട് അത് കഴിഞ്ഞ് അടുത്ത കല്യാണം വരുന്നു. അപ്പൊ ഞാൻ അവരെ വിളിക്കുന്നു. അപ്പൊ അന്ന് നമ്മൾ വിശ്വാസി. അപ്പൊ ഇൻഷാ അള്ളാഹ് എല്ലാ ഈദിനും, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളിനും ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു ഫാമിലി. അപ്പൊ അങ്ങനെ വന്ന് നമ്മൾ എക്സ് മുസ്ലിം ആവുമ്പോ അതും അവർക്കറിയാം. അവർക്കറിയാം നിനക്ക് വിശ്വാസമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഇരിക്കട്ടെ, പടച്ചോൻ കാക്കട്ടെ എന്ന് ഇപ്പൊ പറയും. അങ്ങനത്തെ ഫാമിലിയാണ്. അതാണ് ഞാൻ പറയുന്നത്. അവരെങ്ങനെയാണ് ഈ ഇൻക്ലൂസീവ്നെസ് അവർക്ക് വന്നതെന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അതിന്റെ കാരണം അവര് ജീവിക്കുന്നത് ഗാസയിൽ അല്ലാത്തോണ്ടാണ്. അവര് ജീവിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ അല്ലാത്തോണ്ടാണ്. അവര് ജീവിക്കുന്നത് ഇസ്രായേലിൽ ആയതുകൊണ്ടാണ്. കാരണം അവര് കാണുന്നത്, അവരുടെ കൺമുന്നിൽ അവിടെ നടക്കുന്നത് ഈ പറയുന്ന കോഎക്സിസ്റ്റൻസിന്റെ ഒരു കാഴ്ചകളാണ്. അതില് ജീവിക്കുമ്പോ ഉണ്ടാവുന്ന ഗുണങ്ങളാണ് അവരറിയുന്നത്. അവിടെ മതത്തിന് വാല്യൂ ഇല്ല. അവിടെ ഇതുപോലെയുള്ള തീവ്രമായ മതചിന്തകൾക്ക് പുല്ല് വില പോലും ഇല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അവര് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാണ്. എക്സ് മുസ്ലിം, ശരി എക്സ് മുസ്ലിം, എക്സ് മുസ്ലിം. ഇവിടെ വന്ന് എന്നെ കാണുന്ന സമയത്ത് അവര് വണ്ടിന്ന് ഇറങ്ങി അവര് അവരെന്നോട് സലാം പറയുന്നില്ല. കാരണം നമ്മൾ എക്സ് മുസ്ലിം അല്ല. അപ്പൊ ഞാൻ അവരോട് സലാം പറയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ അവര് വന്ന് കൈ തരുന്നു, കെട്ടിപ്പിടിക്കുന്നു. അവരുടെ ഹസ്ബൻഡും ഉണ്ട്. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് അത് നിങ്ങള് കണ്ടറിയണം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളുടെയൊക്കെ ഒരു ഈ ക്ലാരിറ്റി വരുന്നത്, ഈ കാര്യങ്ങൾക്ക് നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രൗണ്ട് ലെവലിൽ ഇതുപോലുള്ള ആളുകൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ ശ്രമിക്കുന്നതുകൊണ്ട് മാത്രമാണ്. നെറ്റ്വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് നിങ്ങൾ ആർക്കും ചെയ്യാവുന്ന കാര്യമാണെന്നായി പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് അത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ അത് ഒന്ന് മെനക്കെട്ടാൽ നടക്കാവുന്ന കാര്യമാണ്. ഇപ്പൊ അങ്ങനെ നടത്തിയോണ്ടാണല്ലോ ദേ ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ ഇന്ന് ലൈവ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളുടെ ജൂത സ്ത്രീയുടെ വീട്ടിലിരുന്ന് ഇതേപോലെ ഇരുന്ന് പറയാൻ നമുക്ക് പറ്റുന്നത് എന്തുകൊണ്ടാ? ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തുകൊണ്ടല്ലേ. ഇതാർക്കും ചെയ്യാവുന്നതാണെന്നാണ് ഈ പറയുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് എനിക്ക് പറയാ. ഇതൊന്നും ഒരു ഏതെങ്കിലും 10 ആൾക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളാണ്. ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. 2009, 10 ഞാൻ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളറിഞ്ഞു. നമ്മളിങ്ങനെ യൂട്യൂബ് ചെയ്യും. എന്നിട്ട് അവരോട് ഇങ്ങനെ അവരുടെ വീട്ടിൽ പോവും. അവര് നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഒരു ദിവസം അവിടെ ചെല്ലാൻ. പക്ഷേ പോവാൻ സമയം കിട്ടുന്നില്ല. കാരണം ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. 1, 2 മണിക്കൂർ യാത്രയുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര കത്തിയാണ്. നമ്മളുടെ നാട്ടിൽ ഒരു 15 കിലോമീറ്റർ പോവാ എന്ന് പറയുന്നത്, ഇവിടെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 4000 രൂപ കയ്യിന്ന് മാറിക്കിട്ടും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അത്രയ്ക്കും ചെലവേറിയ ഒരു നഗരമാണ് ഈ ടെലവീവ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അധികം ദിവസമൊന്നും ഇവിടെ നമുക്ക് നിക്കാൻ കഴിയില്ല. ലക്ഷങ്ങള് കയ്യിന്ന് പൊട്ടുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്ത് തിരിച്ചു വരാനുള്ള പരിപാടിയില്ല. കുഴപ്പമില്ല. നമുക്ക് കുറെ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് അവരിങ്ങനെ വന്ന് നമ്മളെ പിക്ക് ചെയ്തും ഡ്രോപ്പ് ചെയ്തും ഒക്കെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ നിങ്ങളെ പോലുള്ള ആളുകൾ. അപ്പൊ ആ രീതിയിൽ പോകുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, ഒരു യാത്ര എന്ന് പറയുമ്പോ അത് ഒരു മോട്ടീവ് നമുക്കുണ്ടാവണം. അത് ചുമ്മാ അടിച്ചു പൊളിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക്, പ്രത്യേകിച്ച് നിങ്ങൾ ഇതുപോലെ ഒരു ലീഷർ ട്രിപ്പ് പോകുന്നതിന് തെറ്റൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത്. എന്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ലാതെ പോകുന്ന ഇപ്പൊ യാത്ര ഞാനും പോവാറുണ്ട്. പക്ഷെ നമ്മളെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നു. ചിലപ്പോ ഒരു റിസോർട്ട് ആയിരിക്കാം, അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം. അവിടെ പോകുന്നു, ഉണ്ണുന്നു, ഉറങ്ങുന്നു, വീണ്ടും എണീക്കുന്നു. ഇത് തന്നെയാണ് നമ്മളെ പരിപാടി. മീൻസ് അതാണ് ശരിക്കും ഒരു റിലാക്സിംഗ് എന്ന് പറയുന്ന ഒരു രീതി. ഇത് പക്ഷെ റിലാക്സിംഗ് അല്ല. ഇത് യാത്രയാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാരസെറ്റമോൾ കഴിച്ച് ഒരു വഴിക്കായിരിക്കുക. കാരണം ഈ ബാഗൊക്കെ പൊക്കി പുറംവേദനയാണ്. മീൻസ് ഭയങ്കര വെയിറ്റ് ഉള്ള സംഗതികളല്ലേ. ഈ ബാക്ക് പാക്ക് ഇട്ട് നടന്നും ഒക്കെ കുറെ സമയം നമുക്ക് പോകും. ഇത് ശീലമില്ലാത്ത പരിപാടി ആയതുകൊണ്ട്. ഈ എന്താണ് ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് തള്ളുന്ന അത്ര എളുപ്പമല്ല വ്ളോഗിംഗ് എന്നൊക്കെ പറയുന്നത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. ഏതായാലും അത് ഓർക്കുമ്പോ എനിക്ക് നമ്മളുടെ എന്താണ് നൊമാഡ് അല്ല ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിനോട് എനിക്കൊരു ചെറിയ ബഹുമാനമൊക്കെ ഉണ്ട് മൂപ്പര് ചെയ്യുന്നത് കാണുമ്പോൾ. പിന്നെ ആരോ പറഞ്ഞു കേട്ടു, പുള്ളിയുടെ ചിത്രം ഇട്ടാലാണ് നമുക്ക് എന്തോ റീച്ച് കിട്ടുള്ളൂ എന്നൊക്കെ. അവരറിയാൻ വേണ്ടിട്ട് പറയണം. പുള്ളിയുടെ ചാനലിനേക്കാൾ റീച്ച് നമുക്കാണ്. പുള്ളിയുടെ വീഡിയോയുടെ ചാനലിന്റെ വ്യൂ നിങ്ങൾ എടുത്ത് നോക്കുക, നമ്മളുടെ ചാനലിന്റെ വ്യൂ എടുത്ത് നോക്കുക.
ഇന്നത് ക്രോസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ വീഡിയോ 10 ആള് കാണാൻ വേണ്ടിയിട്ട് ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിന്റെ ചിത്രം ഇടേണ്ട ഗതികേടൊന്നും ഞമ്മക്കില്ല എന്റെ പൊന്നു കാക്കാമാരെ എന്നൊന്ന് പറഞ്ഞു വെക്കാണ്. നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ. അവരുടെ വ്യൂ കൗണ്ടും നമ്മളെ വ്യൂ കൗണ്ടും എടുത്ത് നോക്കുക. അപ്പോ ഞാൻ പറയാറുണ്ട് അത്. അടുത്തൊരു 5 വർഷം 2029 ആവുമ്പോഴേക്കും നമ്മുടെ നാട്ടിലുള്ള കാക്കാമാരുടെ ചാനലെല്ലാം താഴെ പോവും. ഇവിടുത്തെ വോക്കുകളുടെ ചാനലെല്ലാം താഴെ പോവും. പിന്നെ നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ചാനലുകളാണ് ഇവിടെ മുന്നിലുണ്ടാവുക. സോ ആ സമയമാകുമ്പോ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടും. അപ്പോ നമ്മള് കുറച്ചും കൂടി നല്ല രീതിയിൽ കാര്യങ്ങള് ചെയ്ത് മുന്നോട്ട് വരാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു ബിൽഡിംഗ് ഫേസ് ആണ്. അപ്പൊ അതില് നിങ്ങളുടെ ആ ഒരു ആഹ്, ആ ഒരു സഹകരണം അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ആ ഒരു രീതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് അത് പതിയെ പതിയെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കൂടുതൽ രൂക്ഷമാകാതെ നോക്കേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ട് ചിലപ്പോ ഇച്ചിരി ടോക്സിസിറ്റി ഒന്ന് കുറയ്ക്കാന്നാണ് ഞാനും വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഇതൊരു ഒരു ലോങ് ജേർണിയാണ്. നമുക്ക് ആവേശം മാത്രം പോരല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങള് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ട്വീക്ക് ചെയ്യാനുള്ള പ്ലാനിലാണ്. 2 വീഡിയോ ജോഗ്രഫിക്കൽ ഞാൻ നേരത്തെ ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പറയണം. അപ്പൊ നമ്മള് ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഇതാണ് നേരത്തെ സൂചിപ്പിച്ച 200 മില്യൺ വ്യൂസ് നമ്മൾ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇന്നിപ്പോ അത് ഏതാണ്ട് 206 എങ്ങാണ്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത്രയും മില്യൺ വ്യൂസ് നമ്മള് കൈ വരിച്ചിരിക്കുകയാണ്. അപ്പൊ അതില് നിങ്ങൾ ഓരോരുത്തർക്കും പങ്കുണ്ട്. അപ്പോ അതില് വലിയൊരു നന്ദി ഞാൻ ഇവിടെ ഇത്തരുണത്തിൽ അറിയിക്കുകയാണ്. അതൊരു സന്തോഷം തന്നെയാണ്. ചെറിയ സന്തോഷം അല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഈ ബാക്കി നമ്മളുടെ വിശ്വാസികൾക്കുള്ള മറ്റ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളത് നമുക്ക് വേറെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം. പിന്നെ പല പല വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. അത് ഇവിടുന്ന് ചെയ്യാനുള്ള ഈ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളാണ് നമുക്കുള്ളത്. അപ്പോ അതുകൊണ്ട് നമ്മള് തിരിച്ചു വന്നിട്ടായിരിക്കും ചിലപ്പോ പലതും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഷോർട്സ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അത് പരമാവധി നിങ്ങൾ കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പൊ തൽക്കാലം ഞാന് ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. ആം, ഒരു കാര്യം ഇവിടുത്തെ ഇപ്പോ ഈ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് അത് നിങ്ങള് പല ആളുകളും പുറത്തു പോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നിങ്ങള് അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് മിക്കവാറും ഈ യൂറോപ്യൻ രാജ്യങ്ങള് അതല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കാറുള്ളത്. അപ്പോ ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോ സ്കോളർഷിപ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്കിപ്പോ അറിയില്ല. പക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നോക്കിയിട്ട് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അതായത് നല്ല യൂണിവേഴ്സിറ്റീസ്, നല്ല സംവിധാനങ്ങള്, നല്ല കൾച്ചർ, പിന്നെ ഇന്ത്യയുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി വരാനുള്ള സൗകര്യം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി അത് നോക്കുന്ന ആളുകൾക്ക് വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു സ്ഥലമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റി ഇപ്പൊ ഹൈഫയിലും ടെലവീവിലൊക്കെ ഉള്ള നല്ല നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് നേരിട്ട് എഴുതാം. അതാ ഞാൻ പറയുന്നത്. ഈ എൻട്രൻസ് എഴുതലും പരിപാടിയൊന്നും അല്ല. നിങ്ങൾക്ക് അവിടുത്തെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആഹ് ഏത് ഫീൽഡാണോ ആ ഫാക്കൽറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ മെയിൽ ഐഡി നിങ്ങൾക്ക് കിട്ടും. വെബ്സൈറ്റിൽ കയറിയാൽ അവർക്ക് നേരിട്ട് എഴുതുക. അവര് നിങ്ങളെ ഗൈഡ് ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് ഇവിടെ എഡ്യൂക്കേഷൻ ആ പാത്വേ നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പല ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതും കൂടി ഞാനൊന്ന് ഇവിടെ സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ കുറെ പേര് ഇത് കാണുന്നുണ്ടാവും. സോ അത് ഇവിടെ കുറെ ചോദിക്കുന്നുണ്ട് പി.ജി അവിടെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. എനിക്ക് തോന്നുന്നു പറ്റുന്നതാണ്. കാരണം കുറെ ആളുകളെ നമ്മളിവിടെ കണ്ടിരുന്നു. വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും അത് വേറൊരു ഒന്നുകൂടി ഞാനതൊന്ന് ഒന്ന് ഹോംവർക്ക് ചെയ്തിട്ട് അതെങ്ങനെയാണെന്നുള്ളതൊന്ന് ഹോംവർക്ക് ചെയ്തിട്ട് നമുക്കത് പറയാന്നാണ് വിചാരിക്കുന്നത്. സോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് ചില ആളുകളെയൊക്കെ കാണാനുണ്ട്. കൃഷി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഞാൻ പറഞ്ഞു. അത് പോകുന്നുണ്ട്. അതൊക്കെ നമുക്കിവിടെ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാം. അപ്പോ തൽക്കാലം ഇത്രയും പറഞ്ഞു നിർത്തട്ടെ. എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഷാലോം. ആഹാ! ഇവിടെ ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടോ? ഓക്കെ. ഓക്കെ. വരുന്നില്ലല്ലോ. യെസ്. ഇവിടെ വരുന്നില്ല. ഓക്കെ. അപ്പോ പറഞ്ഞ പോലെ എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്. ഷാലോം. ഷലാം അലൈക്കും. അങ്ങനെയാണ് ജൂതന്മാരും പറയാറുള്ളത്. അപ്പൊ അതും കോപ്പിയടിയാണ്. ഒന്നും പറയണ്ട.
നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.